ആ ഹെവൻലി പ്രസൻസ് കൊണ്ട് നിറയട്ടെ. ആ ശക്തിയേറിയ ആ പവർഫുള്ളായ ആ ഹെവൻലി പ്രസൻസ് കൊണ്ട് നിറയട്ടെ അപ്പ. ഓരോ അപ്പ അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ കാണാൻ പറ്റാത്ത വിധത്തിലുള്ള അപ്പ നിന്റെ ഹെവി പ്രസൻസിനെ അപ്പ ഞാൻ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് കമാൻഡ് ചെയ്യുക അപ്പ. കർത്താവ് ഒരു ഫിനാൻഷ്യൽ അപ്ഗ്രേഡ് തരുന്നതാണ്. ഫിനാൻഷ്യലി ആന്റിയുടെ ലൈഫിൽ ആന്റീനെ കർത്താവ് അപ്ഗ്രേഡ് ചെയ്യുന്നതാണ്. കാരണം ഞാൻ ആന്റീനെ നോക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് പൈസ എടുക്കാനില്ല. ആന്റി ആഗ്രഹിക്കുന്നത് പോലെ ആന്റിയുടെ ലൈഫിൽ ആന്റിയുടെ മക്കൾക്ക് വേണ്ടി ആന്റിക്ക് ഒരുക്കാൻ കഴിയുന്നില്ല. ചിലപ്പോൾ തോന്നും ഫുഡ് മേടിക്കാനാകട്ടെ, വീട്ടിലെ ഒരു ആവശ്യമായ ഒരു കാര്യത്തിനും കയ്യിൽ പൈസ ഇല്ല. ആന്റീനെ അത് ഒരു സ്ഥലത്തേക്ക് തള്ളുന്നുണ്ട്. എങ്ങനെയും ഈ ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്ന് ആന്റീനെ ഈ അവസ്ഥ തള്ളിക്കൊണ്ടായിരിക്കുന്നു. ഓരോ നിമിഷവും ആന്റിക്ക് തോന്നുക ഓരോ ദിവസം കഴിയുന്തോറും അവസ്ഥ ഇടിഞ്ഞിടിഞ്ഞ് അവസ്ഥ താഴോട്ട് പൊക്കോണ്ടേ ഇരിക്കാന്ന് ആന്റിക്ക് ഓരോ നിമിഷം തോന്നിക്കൊണ്ടിരിക്കുക. ആന്റീനെ കർത്താവ് ഉയർത്താൻ പോവുകയാണ്. ആ നിലവാരത്തിൽ നിന്ന് കർത്താവ് ഉയർത്താൻ പോവുകയാണ്. ഇതൊക്കെ ഒരു സൈഡിൽ ആന്റീനെ വിഷമിപ്പിക്കുമ്പോൾ ആന്റിയുടെ ലൈഫിലെ റിലേഷൻഷിപ്പ്, ഫാമിലിപരമായ ബന്ധങ്ങൾ അതൊത്തിരി ഇടിഞ്ഞുപോയി. ആന്റിക്ക് തോന്നുന്നു വേറെ ആരും എന്നെ ഇല്ല, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും എന്നെ ഉപേക്ഷിക്കുകയും ഞാൻ ഒറ്റപ്പെട്ടു പോവുകയും. ആ സാഹചര്യത്തിൽ നിന്ന് കർത്താവ് ആന്റീനെ ഉയർത്തുക. ആ സാഹചര്യത്തിൽ നിന്ന് കർത്താവ് ആന്റീനെ പുറത്തു കൊണ്ടുവരികയാണ്. എനിക്ക് 14 ഒരു നമ്പർ കാണാം. ഇന്നേക്ക് 14 ദിവസം കഴിയുന്നതിന് മുമ്പ് കർത്താവ് ആന്റിയുടെ ലൈഫിൽ പുതിയതൊന്ന് തരാൻ പോവുകയാണ്. പുതിയൊരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ആന്റിക്ക് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങളെ നടത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവ് അതിനൊരു വാതിൽ തുറക്കുകയാണ്. മോള് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്റെ ഫാമിലി ഇങ്ങനെ ആയിരിക്കും, ഞാൻ എങ്ങനെ എന്റെ ഫ്യൂച്ചർ മുന്നോട്ട് പോകും? സ്വയം കുറ്റപ്പെടുത്തുന്ന കാര്യമുണ്ട്, എനിക്ക് പഠിക്കാൻ ചില സമയത്ത് പറ്റാറില്ല, ഫുൾ കൺഫ്യൂഷനാണ്. ഒരു കാര്യത്തെ ഏറ്റവും നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റാറില്ല. നീ സ്വയം കുറ്റപ്പെടുത്താറുണ്ട്. ചില സമയത്ത് നീ നിന്റെ അമ്മ സങ്കടപ്പെടുന്ന ആലോചിച്ചിട്ട് പഠിത്തം നിർത്തി എങ്ങനെയാലും എന്റെ അമ്മേനെ സഹായിച്ചാലോ എന്ന് ചിന്തിക്കാറുണ്ട്. ഇന്നും ഒന്ന് നിന്റെ ലൈഫ് മാറാൻ പോവുകയാണ്. നിനക്ക് ചില കാര്യങ്ങളെ കാണുമ്പോൾ ചില ക്രിയേറ്റീവായ ഐഡിയാസ് തോന്നും, പക്ഷെ നീ അത് ഡെവലപ്പ് ചെയ്യാറില്ല. കർത്താവ് നിനക്ക് ക്രിയേറ്റീവായ ഐഡിയാസ് ഉണ്ടാക്കാൻ നിനക്കൊരു കഴിവ് തന്നിരിക്കുക. ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നീ ഈ ലോകത്ത് ചിലതിനെ ഉണ്ടാക്കിയെടുക്കും. നിങ്ങളുടെ ലൈഫ് ഇനി നേരത്തെ പോലെ ആയിരിക്കത്തില്ല, കർത്താവ് തലകീഴാക്കിയ പോലെ ആയിരിക്കും. നീ നിന്റെ ഫ്യൂച്ചറിനെ കൊണ്ട് ചിന്തിച്ചിരിക്കുന്ന വിഷമിച്ചിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ കർത്താവിന്റെ കാര്യങ്ങളിൽ കൊടുക്കണം. കർത്താവ് അത് എങ്ങനെ മാറ്റുന്നു നീ കാണാൻ പോവുകയാണ്. ഇന്നു മുതൽ നിന്റെ ലൈഫ് മാറാൻ പോവുകയാണ്.
ആന്റി ഞാൻ ഇവിടെ വരുന്ന ആരാധിക്കുന്നൊക്കെ കാണാറുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ ആന്റീനെ കാണുമ്പോൾ ആന്റി സ്പിരിച്വലി ഡൗൺ ആയിരിക്കുന്ന എനിക്ക് കാണാന്ന്. ഒന്നും വേണ്ട, സ്പിരിച്വാലിറ്റിയും വേണ്ട, ആത്മീയതയും വേണ്ട, ജീവിതം വേണ്ട എന്ന് ഇടിഞ്ഞായിരിക്കുന്നത്. സ്വയം കുറ്റപ്പെടുത്തി ആമേൻ ഈ ജീവിതത്തെ എങ്ങനെയും അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തയിലായിരിക്കുന്നത്. അതിനെ പൊട്ടിച്ചോളാം. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൽ ഇടിയുകയല്ല വേണ്ടേ, കർത്താവ് നിന്നോട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് കേൾക്കുക വേണ്ടത്. ആമേൻ നിന്നോട് കർത്താവിന് എന്താ സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുക. കർത്താവ് നിന്നോട് സംസാരിക്കുന്നത് നീ കേൾക്ക്. സ്വയം കുറ്റപ്പെടുത്താതെ, പിശാചിന് അവിടെ ഇടം കൊടുക്കാതെ, നിന്റെ മനസ്സിലെ സന്തോഷത്തെ നീ കളയാതെ. എനിക്ക് തിരിഞ്ഞു നോക്കി അറിയാം, കുറച്ച് ദിവസമായിട്ട് മനസ്സിന് സന്തോഷമില്ല. ആ സന്തോഷം ഇടിഞ്ഞു. ലൈഫിൽ നോക്കി, ആ ഫാമിലി നോക്കി ആ സന്തോഷം ഇടിഞ്ഞത് കാണാം. ആമേൻ ഇന്ന് അതിനെ തിരികെ കൊണ്ടുപോവാ. മോളോടാ ഞാൻ ആ മോളോട് പറഞ്ഞു, പഠിക്കുന്ന കാര്യം, ഫ്യൂച്ചറിന്റെ കാര്യം. നീയും ആ കാര്യത്തിൽ വിഷമിച്ചായിരിക്കുന്നത്. എങ്ങനെ എന്റെ ഫ്യൂച്ചർ മുന്നോട്ട് പോകും? നിനക്ക് പക്ഷെ പഠിക്കാൻ പറ്റും, നിനക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ഫിനാൻഷ്യലി എങ്ങനെ മുമ്പോട്ട് പോകുന്ന അറിയത്തില്ല. നിനക്ക് പിന്നെ വേറൊരു ചിന്തയും കൂടെ ഉണ്ട്, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് നീ സ്വയം കുറ്റവിധിക്കുന്ന ഒരു പന്ന സ്വഭാവമുണ്ട്. അതിനെ ഇന്ന് ഇടിച്ചു കളയണം, അതിനെ ഇന്ന് പുറത്താക്കി കളയണം. ആമേൻ. നിന്റെ ഫാമിലിക്ക് കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്, കർത്താവിന് നിന്നെ ഇഷ്ടമാണ്. നിന്റെ അമ്മയ്ക്ക് ചില സമയത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. അമ്മയുടെ പ്രശ്നം അതാ. ചില സമയത്ത് അമ്മയുടെ ഉള്ളില് പ്രശ്നങ്ങളും സാഹചര്യങ്ങളും വന്ന് നിറഞ്ഞിട്ട് അമ്മ ഒത്തിരി ഇടിഞ്ഞു പോകും. അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അതിനു പകരം അമ്മ ഒന്നും കൂടെ ദേഷ്യപ്പെടും, ഒന്നും കൂടെ പൊട്ടിത്തെറിക്കും. അപ്പൊ നിനക്ക് തോന്നും അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, ഒരാൾക്കും എന്നെ ഇഷ്ടമല്ല എന്ന് നിനക്ക് തോന്നും. പക്ഷെ അതല്ല സത്യം. അമ്മ ചില സമയത്ത് ചില പ്രശ്നത്തിലായിരിക്കുമ്പോ, സങ്കടത്തിലാവുമ്പോ നിന്നോട് ചൂടാവുന്നതാ. നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. ആമേൻ. നിങ്ങളുടെ ലൈഫിനെ കർത്താവ് മാറ്റാൻ പോവുകയാണ്. ആന്റിയുടെ സ്പിരിച്വൽ ലൈഫ്, ആമേൻ, ആന്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ കർത്താവ് ഉയർത്താൻ പോവുകയാണ്. ഇതുവരെ ആയിരിക്കുന്നത് പോലെയല്ല, ആമേൻ, പുതിയൊരു അപ്ഗ്രേഡ് ആന്റിയുടെ ലൈഫിൽ ഉണ്ടാകുകയാണ്. എല്ലാവരും അന്യഭാഷയിൽ ആരാധിച്ചു. ആ ഹെവൻലി അറ്റ്മോസ്ഫിയറിനെ ഇടിക്കാതെ, ആമേൻ, ആ കർത്താവിനോട് സംസാരിച്ചുകൊണ്ടായിരുന്നേ. എല്ലാരും ഒരു നിമിഷം എഴുന്നേറ്റ്. മഴ പോലെ എന്നിൽ പതിയണമേ, നദി പോലെ എന്നിൽ ഒഴുകണമേ. തീ പോലെ മഴ പോലെ എന്നിൽ പതിയണമേ, നദി പോലെ എന്നിൽ ഒഴുകണമേ. മുട്ടോളം മലയോളം എന്നിൽ കവിയണമേ, മുട്ടോളം മലയോളം എന്നിൽ കവിയണമേ. നീതിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത സാന്നിധ്യമേ, ബ്ലാക്ക് ഉടുപ്പിട്ട് ചേച്ചി തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുകൾ, ആന്റിയുടെ ശാരീരികമായ ഉള്ള പ്രശ്നങ്ങൾ, അവിടെ എവിടെയൊക്കെ ചില സമയത്ത് വരുന്ന വേദനകൾ,
ആമേൻ. ചില സമയത്ത് ജോലി എടുക്കാൻ പറ്റാതാക്കുന്ന വിധത്തിലുണ്ടാവുന്ന പ്രശ്നങ്ങളെ കർത്താവ് ഇന്ന് മാറ്റുക. ഇതൊന്നും അല്ല ആന്റിയുടെ പ്രശ്നം. ഇതിനെയൊന്നും ആന്റി ഒരു കാര്യമായിട്ടേ കണ്ടിട്ടില്ല. ആന്റിയുടെ ഫാമിലി അതിനെ റിസ്റ്റോർ ചെയ്യാനുള്ള ആഗ്രഹത്തിൽ ആന്റി ആയിരിക്കുന്നത്. ഞാനിവിടെ കുറെ പേരെടുത്ത് ഫാമിലിയുടെ കാര്യം പറയുകയും പ്രവചിക്കുകയും ചെയ്യുന്നപ്പോൾ ആന്റി ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നത്, കർത്താവ് എൻ്റെ ഫാമിലി നീ റിസ്റ്റോർ ചെയ്യണം, എൻ്റെ ഫാമിലി നീ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു. തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഞാൻ നോക്കുമ്പോ ഉള്ളിൽ സംശയങ്ങൾ നിൽക്കുന്നത് കാണാം. ഈ കാര്യങ്ങളെ കുറിച്ച് സംശയങ്ങൾ നിൽക്കുന്നത് കാണാം. ഇതിനെക്കുറിച്ച് വിശ്വാസം ഇല്ലാത്തത് കാണാം. വിശ്വസിക്കുന്നുവെങ്കിൽ ചേച്ചിയുടെ ലൈഫില് കർത്താവ് ഇന്നൊരു എൻകൗണ്ടർ തരാൻ പോവുകയാണ്. ചേച്ചി ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കുന്നത്. ഒരു കാര്യത്തിൽ അതിനെന്താണ് ആൻസർ, എങ്ങനെ ഏതാണ് ശരിയായ രീതി, ആ ക്വസ്റ്റ്യൻ ഒരു ആൻസർ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കുന്നത്. ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ്, ഈ വർഷിപ്പ് തീരുന്നതിന് മുമ്പ് ചേച്ചിക്ക് ആ കാര്യത്തിൽ ഒരു ആൻസർ കിട്ടും. ചേച്ചിക്ക് ഇപ്പൊ അറിയാം ആ കാര്യം. കാരണം ചേച്ചിയുടെ ഉള്ളില് ചില സമയത്ത് വിഷമങ്ങളും, ആമേൻ, ആ കാര്യം കാരണം ചില സമയത്ത് തോന്നും വേണ്ടാന്ന്. പക്ഷെ പിന്നെ അതിനോട്ട് മുന്നോട്ട് പോകുന്ന കാണാം. കർത്താവ് ക്ലിയർലി ചേച്ചി എടുത്ത് പറയാം അതിനെ മുറിച്ചു കളയാൻ. ചേച്ചിയുടെ ലൈഫില് അബ്രോഡ് അതിനുവേണ്ടി ഒരു വാതിൽ തുറക്കുന്ന കാണാം. ചേച്ചി അത് ആ കാര്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടായ ആ കാര്യം ആഗ്രഹിച്ചപ്പോ ചേച്ചിയുടെ തലയിൽ കൂടെ പോയത് അബ്രോഡിൽ പോവാൻ, അവിടെ ആയിരിക്കാൻ, അവിടെ ആ കാര്യത്തിൽ ഉയരാൻ എന്നെ കൊണ്ട് പറ്റുമോ, എനിക്കതിന് കഴിവുണ്ടോ, എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിച്ച ആഗ്രഹത്തെ ഡ്രോപ്പ് ചെയ്തു. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് ചേച്ചിയുടെ പ്രൊഫസൈ ചെയ്യുക, ചേച്ചിക്ക് കർത്താവ് അബ്രോഡിലൊരു വാതിൽ തുറന്നിരിക്കുക. കർത്താവ് ആ കാര്യത്തിൽ ചേച്ചിക്ക് നേരത്തെ സ്പിരിച്വലി കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ഇടിഞ്ഞുപോയി. ആ കാര്യത്തിൽ വിശ്വാസത്തിന് പകരം സംശയമായി. കർത്താവ് ചേച്ചിനെ തിരിച്ചു വിളിക്കുക. കർത്താവ് ചേച്ചിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കാണാൻ പറയുക. ചേച്ചിയുടെ ഫാമിലിയിൽ ചേച്ചിയുടെ ഫാദർ, ചേച്ചിയുടെ മദർ, അവരുമായുള്ള റിലേഷൻഷിപ്പ് ചേച്ചിക്ക് ഒത്തിരി വേദന തന്ന കുറെ സാഹചര്യങ്ങളുണ്ട്. ആ വേദനയിൽ നിന്ന് കർത്താവ് ചേച്ചിനെ ഉയർത്താൻ പോവുകയാണ്. ആ വേദനയിൽ നിന്ന് ചേച്ചി കുറെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ചില തെറ്റായ തീരുമാനങ്ങൾ ആ വേദനയിൽ നിന്ന് എടുത്തതിനെ റെക്ടിഫൈ ചെയ്യണം. ചേച്ചിനെ കർത്താവ് ചേച്ചി ആഗ്രഹിച്ചെടുത്തേക്ക് ഉയർത്താൻ പോവുകയാണ്. ചുവന്ന സാരി എടുത്ത ആന്റിയുടെ ജോയിന്റ്സ്, ശരീരത്തിലെ വേദന, അതിനെയൊക്കെ കർത്താവ് മാറ്റുന്നതോടൊപ്പം തന്നെ ആന്റിയുടെ ഫാമിലി, ഫിനാൻഷ്യൽ ക്രൈസിസ്, അതിനെല്ലാം കർത്താവ് ഒരു ഫുൾ റിസ്റ്റോറേഷൻ തരുന്ന കാണാം. എനിക്ക് കാണാം ഫിനാൻഷ്യൽ ക്രൈസിസ് മൂലം തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ ആന്റിയുടെ പുറകെ ഒരു കാര്യം നിൽക്കുന്ന കാണാം. ആ കാര്യത്തിൽ നിന്ന്, ആ സിറ്റുവേഷനിൽ നിന്ന് കർത്താവ് ആന്റീനെ പുറത്തു കൊണ്ടുവരികയാണ്. ആന്റിയുടെ ഫാമിലിനെ കർത്താവ് റിസ്റ്റോർ ചെയ്യുന്ന കാണാം, ഡെവലപ്പ് ചെയ്യുന്ന കാണാം, ഫാമിലിനെ തിരിച്ചു കൊണ്ടുവരുന്ന കാണാം. ആന്റിയുടെ മക്കളുടെ കാര്യങ്ങളില്, അവരുടെ ഫ്യൂച്ചറിന്റെ കാര്യങ്ങളില്, അവരുടെ ഭാവിയുടെ കാര്യങ്ങളില് ആന്റി ആയിരിക്കുന്ന എല്ലാ വേദനയിൽ നിന്നും കർത്താവ് ആന്റീനെ പുറത്തു കൊണ്ടുവന്ന് അവരുടെ ഫ്യൂച്ചറിനെ സെക്യൂർ ആക്കുന്ന കാണാം. എത്ര പേര് വിശ്വസിക്കുന്നു ഈ നമ്മളിവിടെ ആയിരിക്കുന്ന കർത്താവിന്റെ പ്ലാൻ മൂലമാണ്? നമ്മൾ ഇവിടെ ആയിരിക്കുന്ന ഓരോ നിമിഷവും, കർത്താവിന്റെ പ്രസൻസിലായിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതം മാറിക്കൊണ്ടേയിരിക്കും. അവൻ നമ്മുടെ ജീവിതത്തെ റിസ്റ്റോർ ചെയ്തോണ്ടേയിരിക്കും. ആ പ്രസൻസിൽ സന്തോഷിക്കുന്ന ഓരോ നിമിഷവും, നമ്മൾ ആ പ്രസൻസിൽ സന്തോഷിക്കുന്ന ഓരോ നിമിഷവും
അടുത്ത നിലവാരത്തിലേക്ക് അവൻ നമ്മളെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. ആ ഗോൾഡൻ ഷോൾ കൊടുത്ത ആന്റിക്ക് എന്താണെന്നറിയത്തില്ല, ചില സമയത്ത് ഒരു കാര്യമില്ലാതെ വിഷമവും ഒരു കാര്യമില്ലാതെ അപ്സെറ്റ്നെസ്സും വന്ന് ആന്റീനെ തളർത്തുന്ന കാണാം. ഒരു കാര്യമില്ല, ചുമ്മാ വിഷമം വരികയും ചുമ്മാ അപ്സെറ്റ് ആകുകയും അത് കാരണം ചുമ്മാ ഇങ്ങനെ ദേഷ്യപ്പെടുകയും നമ്മൾ ഇറിറ്റേറ്റ് ആകുകയും അതിൽ നിന്ന് ആന്റീനെ പുറത്തു കൊണ്ടുവരുന്ന കാണാം കർത്താവ്. ആന്റിയുടെ ജോയിൻസ്, ആന്റിയുടെ കൈകൾ, കാലുകൾ, ആമേൻ, ചില സമയത്ത് ഉണ്ടാകുന്ന കുത്തിവലിക്കുന്ന വേദന, അതിനെയൊക്കെ കർത്താവ് ഹീൽ ചെയ്യുന്ന കാണാം. കർത്താവ് ആന്റിയുടെ ലൈഫിനെ തിരികെ കൊണ്ടുവരുന്നത് കാണാം. ആ സന്തോഷത്തിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരുന്നത് കാണാം. അപ്പാ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും അപ്പാ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും വന്ന് എന്ത് ആവശ്യത്തിനാണോ ആ കാര്യത്തിന് മേലെ നിന്റെ 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 അത്ഭുതകരം പ്രവർത്തിക്കുന്നതായ നന്ദി അപ്പാ. അപ്പാ, ഫിനാൻഷ്യലി ഇടിഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞാൻ ബ്ലെസ് ചെയ്യുന്നു. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് അവർ ഉയർന്നു വരട്ടെ അപ്പാ. എത്ര പേര് തയ്യാറാണ് കർത്താവിന്റെ വചനം കേൾക്കാൻ? എത്ര പേർ റെഡിയാണ് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തെ കേൾക്കാൻ? എത്ര പേര് തയ്യാറാണ്? ആമേൻ. നമ്മൾ കർത്താവിനെ കേൾക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു, നമ്മൾ ഓരോരുത്തരും ഗ്ലോറിയസ് ലൈഫിലാണ് ആയിരിക്കുന്നത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും ഗ്ലോറിയസ് ലൈഫിലാണ് ആയിരിക്കുന്നത്. കാരണം ആ ഗ്ലോറിയസ് സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ ആ നിമിഷം മുതൽ നമ്മൾ ഗ്ലോറിയസ് ലൈഫിലായി. ഈ ലോകത്ത് എൻഡ് ടൈം ആണെന്നും അന്ത്യകാലമാണെന്നും ആമേൻ അവിടെ ഇവിടെയും കുറെ വാറും അടിയും ഉണ്ടായി. നമുക്കൊരു കാര്യം അതിൽ നിന്ന് പ്രൂവ് ആവുന്നുണ്ട്, ഇത് അന്ത്യകാലമാണ്. ബൈബിളിൽ പറയുന്ന പോലെ യുദ്ധങ്ങൾ ഉണ്ടാകുകയും ആമേൻ കർത്താവിന്റെ വരവിനെ കൂടുതൽ കൂടുതൽ ഉറപ്പിക്കുകയും ആമേൻ നമ്മൾ ഓരോരുത്തരും അന്ത്യകാലത്താണെന്ന് കാണിക്കുകയും ചെയ്യുന്ന സയൻസ് അല്ലെങ്കിൽ ആ പ്രൂഫാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്. പക്ഷെ അതോടൊപ്പം കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിന്റെ ചുറ്റും യുദ്ധവും ആമേൻ ബാക്കി കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആമേൻ ആ ഇൻഫർമേഷൻ നമ്മൾ ബാക്കിയുള്ളവരോട് പറയാം, അവിടെ യുദ്ധമാണ്, അവിടെ അങ്ങനെയാണെന്ന് ഇങ്ങനെ ശ്രുതി പരക്കുമ്പോൾ അതോടൊപ്പം ഒരു വേറെ ശ്രുതിയും കൂടെ പരക്കും. നിങ്ങൾ അറിഞ്ഞായിരുന്നു ആ സ്ഥലത്ത് ഒരു മരിച്ച വ്യക്തി എഴുന്നേറ്റു. ആമേൻ. നിങ്ങൾ അറിഞ്ഞായിരുന്നു ആ വ്യക്തിയിലൂടെ അസാധാരണമായ കർത്താവിന്റെ മിറക്കിൾസ് ഉണ്ടായി. ആമേൻ. ഈ കാര്യങ്ങൾ, ഈ യുദ്ധത്തിന്റെയും അങ്ങനത്തെ പ്രശ്നങ്ങളുടെയും ശ്രുതി പരക്കുന്നതിൽ അപ്പുറമായി കർത്താവിന്റെ മിറക്കിൾസിന്റെയും ആമേൻ കർത്താവിന്റെ ശക്തിയുടെ പ്രകടനത്തിന്റെയും ആമേൻ ആ ശ്രുതി ലോകം മൊത്തം പരക്കാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ മാനിഫെസ്റ്റേഷനിലാണ്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ആമേൻ കർത്താവ് നിന്നെ ഓരോ ദിവസവും ഉയർത്തിക്കൊണ്ടേയിരിക്കും. കർത്താവ് നിന്നെ ഓരോ ദിവസവും അടുത്ത നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഗ്ലോറിയസ് ലൈഫിലാണ്. നമ്മൾ ഓരോരുത്തരും ഗ്ലോറിയസ് ലൈഫിലാവാനുള്ള കാര്യം എന്താണെന്നറിയോ? ആ ഹോളി സ്പിരിറ്റ് കാരണമാണ്. ആ ഹോളി സ്പിരിറ്റ് നമ്മൾ വന്ന നിമിഷം മുതൽ നമ്മളെല്ലാവരും ഗ്ലോറിയസ് ലൈഫിലായി. ആ ഹോളി സ്പിരിറ്റ് വന്ന നിമിഷം മുതൽ, അല്ലെങ്കിൽ കാൽവറിയിൽ കർത്താവ് മരിച്ച നിമിഷം മുതൽ നമുക്ക് എന്തൊക്കെയാണ് ചില കാര്യങ്ങൾ അറിയാം. കാൽവറിയിൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നമുക്ക് ഇറ്റേണൽ ലൈഫ് കർത്താവ് തന്നു, പാപത്തിൽ നിന്നുള്ള മോചനം കർത്താവ് തന്നു, അതോടൊപ്പം നമുക്ക് സൗഖ്യം തന്നു എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം കാൽവറിയിൽ നമുക്ക് കർത്താവ് ഫൈനാൻസിനെയും കൂടെ റിസ്റ്റോർ ചെയ്ത് തന്നു എന്ന്? എത്ര പേർക്ക് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് അറിയാം? ഞാൻ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ എൻ്റെ കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കർത്താവ് റിസ്റ്റോർ ചെയ്തു എന്ന് എനിക്കറിയാം. ആമേൻ. അത് അപ്പോൾ ഈ ഇടയ്ക്ക് പഠിപ്പിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ക്ലാരിഫൈ ആയി. എൻ്റെ സൗഖ്യം കർത്താവ് തന്നു എന്നറിയാം,
എനിക്ക് ഇറ്റേണൽ ലൈഫ് തന്നു എന്നറിയാം, എൻ്റെ പാപങ്ങളെ മോചിച്ചു എന്നറിയാം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത്? കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലും കൂടെ വേണ്ടിയാണ്, അതിനും കൂടെ വേണ്ടിയാണ് മരിച്ചതെന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഇല്ലാത്തൊരു കൈവെക്കുക എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ് എന്ന് പറയാം, അതായിരിക്കും ശരി. കാരണം ഇവിടെ ഇരിക്കുന്ന മിക്കവർക്കും ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്. കാരണം എന്താണെന്നറിയോ? ബൈബിളിൽ നിന്നുള്ള ബോധ്യം നമുക്കില്ല. ബൈബിളിൽ എഴുതിയേക്കുക സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എത്രത്തോളം ട്രൂത്ത് നിങ്ങൾ അറിയുന്നു അത്രത്തോളം നിങ്ങൾ ആ കാര്യത്തിൽ ഫ്രീ ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം പഠിപ്പിച്ച ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു പ്രശ്നത്തിൽ കൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യത്തിൽ തോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു കാര്യത്തിൽ സഫർ ചെയ്യുകയോ കഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ, അതിനർത്ഥം അവിടെ നിങ്ങൾക്ക് എന്തോ മറഞ്ഞിരിക്കുന്നുണ്ട്, അതിനർത്ഥം അവിടെ നിങ്ങൾക്ക് എന്തോ അറിയാനുണ്ട്. പക്ഷെ ഫിനാൻഷ്യൽ കാര്യത്തെ നമ്മൾ അങ്ങനെ വിട്ടിരിക്കുകയാണ്. ഫിനാൻഷ്യൽ കാര്യത്തെ നമ്മൾ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഫിനാൻഷ്യൽ കാര്യത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് എന്തോ കർത്താവിൽ നിന്ന് അറിയാനുണ്ടെന്ന് നമ്മൾ ആരും ചിന്തിക്കാറില്ല, നമ്മുടെ തലയിൽ കൂടെ പോകാറില്ല. വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ അക്യൂസേഷൻ, ആരെങ്കിലും നമുക്ക് എതിരെ എഴുന്നേറ്റ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെയൊക്കെ വരുന്ന കാര്യത്തിൽ നമ്മൾ വേണമെങ്കിൽ കർത്താവിനോട് ചോദിക്കുക, എന്താ കർത്താവേ കാര്യം? പക്ഷെ ഫിനാൻഷ്യലി നമ്മളൊരു സ്ട്രഗിളിലൂടെ പോവുകയാണെങ്കിൽ, ഫിനാൻഷ്യലി നമുക്കൊരു സ്ട്രഗിൾ വരുവാണെങ്കിൽ, ഒരു പ്രശ്നം വരുവാണെങ്കിൽ, നമ്മൾ കർത്താവിനോട് ചോദിക്കാറില്ല ഒന്നും. നമ്മൾ ആ കാര്യത്തിൽ ബ്ലൈൻഡാണ്, നമുക്ക് ആ കാര്യത്തിൽ അറിവില്ല. ഭൂരിഭാഗം ക്രിസ്ത്യൻസിനും, അല്ലെങ്കിൽ ഒരു 30%-60% ക്രിസ്ത്യൻസിന് വിശ്വാസമുണ്ട് കർത്താവ് കാൽവറിയിൽ നമുക്ക് ഹീലിംഗ് തന്നുവെന്ന്, ഞാൻ ഹീൽഡ് ആണെന്ന്. പക്ഷെ 90% ക്രിസ്ത്യൻസിനും കർത്താവ് മരിച്ചത് നമുക്ക് നമ്മുടെ ഫിനാൻസിനെയും കൂടെ തിരികെ തരാനാണ് കർത്താവ് മരിച്ചതെന്നും അതിൽ ഫിനാൻസും കൂടി ഇൻക്ലൂഡ് ആണെന്നുള്ള കാര്യത്തെ ഭൂരിഭാഗം, അല്ലെങ്കിൽ ഒരു 90% ക്രിസ്ത്യൻസും ആ കാര്യത്തിൽ അറിവില്ല. അവർക്ക് അവിടെ ബ്ലൈൻഡ് ആണ്. പക്ഷെ ഹോളി സ്പിരിറ്റ് വന്നപ്പോൾ എല്ലാം റിസ്റ്റോർ ചെയ്തു. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ആണ്. അതിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാത്രമായിട്ട് കർത്താവ് വേറെ മാറ്റി വെച്ചിട്ടില്ല. കാൽവറി കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നമ്മുടെ ഹീലിങ്ങിനെ നമുക്ക് തന്നു, നമുക്ക് ഇറ്റേണൽ ലൈഫ് തന്നു, നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു. അതിനോടൊപ്പം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ആ ഫിനാൻസിനെ കർത്താവ് റിസ്റ്റോർ ചെയ്തു. ഇവിടെ ഇരിക്കുന്ന വ്യക്തികളിൽ ഭൂരിഭാഗവും ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുകയും ഒരു ഡേ ടു ഡേ ലൈഫിൽ അവർ ഫിനാൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. ഫിനാൻസിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായ ലൈഫിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവജനത്തെ ശ്രദ്ധിച്ച് കേട്ട് അത് മുറുകെ പിടിക്കാനും അത് വിശ്വസിക്കാനും തയ്യാറാണെങ്കിൽ ഇന്ന് വരെ ഉള്ളതുപോലെ ആയിരിക്കില്ല. നാളെ മുതൽ എല്ലാം തലതിരിയുന്ന വിധത്തിൽ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആവാൻ തുടങ്ങും. നമുക്കൊരു വാക്യം വായിക്കാം. യോവേൽ 2:28 വാക്യം. And it shall come to pass afterwards that I will pour out my spirit upon all flesh, and your sons and your daughters shall prophesy, your old men shall dream dreams, your young men shall see visions. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ആ വാക്യത്തിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. അതിനുശേഷമോ, നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2:17. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ആക്ട്സ് ഓഫ് അപ്പോസ്തലറിൽ ആദ്യം പറയുന്ന കാര്യങ്ങളിലൊന്നാണ് അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. പക്ഷെ യോവേലിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം,
അതിനുശേഷമോ എന്ന് എഴുതിയിട്ടുണ്ട് അതിനു മുമ്പ്. ഇവിടെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും എന്ന് എഴുതുമ്പോ യോവേലില് അതിനുശേഷമാണ് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ അതിനുശേഷമോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാവോ നിങ്ങൾക്ക്? നമുക്കൊരു വാക്യം വായിക്കാം. യോവേൽ 2:18. Then the Lord will be jealous for his land and will have compassion on his people. അങ്ങനെ യഹോവ തന്റെ ദേശത്തിന് വേണ്ടി തീക്ഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ചു. വായിക്കുന്ന ഓരോ വാക്യം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. ആമേൻ. നിങ്ങൾക്ക് ഓരോ മിസ്റ്ററി പറഞ്ഞു തരുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രൂത്ത് പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അതിനെ കൊണ്ടുവരികയും അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ അത് പ്രവർത്തിക്കത്തുള്ളൂ. അപ്പൊ ഈ വാക്യത്തിൽ പറയാ, കർത്താവ് ഒരു കാര്യത്തിന് വേണ്ടി തീക്ഷ്ണത കാണിക്കുകയാണ്. ഇവിടെ ജലസ് എന്ന് എഴുതിയിരിക്കുന്ന കാര്യത്തിന് വേറൊരു വേർഡ് എഴുതിയിരിക്കുക, സീൽ. സീൽ എന്ന് പറഞ്ഞ ഗ്രേറ്റ് എനർജി ഓർ എൻതൂസിയാസം അല്ലെങ്കിൽ ഡെഡിക്കേഷൻ. ഒരു കാര്യത്തിന് വേണ്ടി കർത്താവ് തീക്ഷ്ണത കാണിക്കുകയാണ്. കർത്താവ് പൂർണ്ണ ഡെഡിക്കേഷനോടെ ഒരു കാര്യം കർത്താവിന്റെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കാൻ വേണ്ടി ഫുൾ ഡെഡിക്കേഷനോടെ ഫുൾ എനർജിയോടെ കർത്താവ് ഒരു കാര്യം ചെയ്തെടുക്കാൻ പോവുകയാണ് കർത്താവിന്റെ ജനങ്ങൾക്ക് വേണ്ടി. ഫുൾ ഡെഡിക്കേഷനോടെ കർത്താവ് ഒരു കാര്യം ഫുൾഫിൽ ചെയ്യുന്നത് കാണാം. തീക്ഷ്ണതയോടെ കർത്താവ് ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. തീക്ഷ്ണതയോടെ കർത്താവ് നമ്മുടെ ലൈഫിൽ ഒരു കാര്യത്തെ ഫുൾഫിൽ ചെയ്യാൻ പോവുകയാണെന്നാണ് ഈ വാക്യം പറയുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി യോവേൽ 2:18 2:19 വായിക്കാം. Then the Lord will be jealous for his land and will have compassion on his people. The Lord will answer and say to his people, behold, I am going to send you grain and new wine and oil, and you will be satisfied in full with them, and I will never make you an object of ridicule among the Gentiles. അങ്ങനെ യഹോവ തന്റെ ദേശത്തിനു വേണ്ടി തീക്ഷ്ണത കാണിച്ച് തന്റെ ജനത്തെ ആദരിച്ചു. യഹോവ തന്റെ ജനത്തിന് ഉത്തരമരുളിയത്, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ദയാക്കുകയില്ല. കർത്താവ് എന്ത് കാര്യത്തിലാ തീക്ഷ്ണത കാണിച്ചെന്നറിയോ? ആമേൻ. കർത്താവ് ഡെഡിക്കേറ്റഡ് ആയി കർത്താവ് ഒരു കാര്യം ഫുൾഫിൽ ചെയ്ത് എന്തുവാന്നറിയോ? ആമേൻ. അവിടെ എഴുതിയിരിക്കുന്നത് ധാന്യവും വീഞ്ഞും കർത്താവ് എണ്ണയും. ആമേൻ. കർത്താവ് നിങ്ങളുടെ ലൈഫിൽ വേണ്ടുവോളം. ആമേൻ. എനിക്ക് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ ഭയങ്കര ഇഷ്ടം. എന്താണെന്നറിയോ? മലയാളത്തിൽ എഴുതിയിരിക്കുന്ന കാട്ടിലും കുറച്ചും കൂടെ അവരൊന്നും കൂടെ എലാബറേറ്റ് ചെയ്ത് പറയുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇംഗ്ലീഷിൽ എഴുതിക്കുക സാറ്റിസ്ഫൈഡ് ഇൻ ഫുൾ. നമ്മുടെ വീട്ടില് നമ്മളെല്ലാ കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് അല്ല. അതിൽ നമുക്ക് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി, ഞാൻ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുള്ള ഈ കാര്യം, ഒരു 2 കാര്യം ആവശ്യമുള്ളതിൽ ഒരു കാര്യം ഏറ്റവും കൂടുതലാണെങ്കിൽ എല്ലാവരും പറയും ഈ കാര്യം നടന്നു കിട്ടിയാൽ മതി, മറ്റേ കാര്യം എങ്ങനെയും ഒക്കെ അത് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. നമ്മൾ നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ എല്ലാ കാര്യത്തിലും കർത്താവിന്റെ സാറ്റിസ്ഫാക്ഷൻ ആഗ്രഹിക്കുന്നവരല്ല, കർത്താവിന്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരല്ല. എല്ലാ കാര്യത്തിലും കർത്താവ് നിന്റെ ലൈഫിൽ നിനക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നവരല്ല. കർത്താവ് വാക്യത്തിൽ പറഞ്ഞിരിക്കുക, കർത്താവ് ഡെഡിക്കേഷനോടെ, ആമേൻ, തീക്ഷ്ണതയോടെ കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി ഒരു കാര്യത്തെ ചെയ്തെടുക്കുകയാണ്. ആമേൻ. നിന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ നിന്റെ ലൈഫിൽ ഒരു കാര്യത്തിനും കുറവുണ്ടാകത്തില്ല. ആമേൻ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുറവുണ്ടോ അതിനെ നോക്കി ഇന്ന് ബ്രേക്ക് ചെയ്തിട്ട് പറ, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് എല്ലാത്തിലും ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയി ഞാൻ നിൽക്കേണ്ടതാണ്. ആമേൻ. ഒരു കാര്യത്തിലും എനിക്ക് കുറവുണ്ടാകത്തില്ല.
പക്ഷെ നമ്മളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, അതില്ലേലും കുഴപ്പമില്ല, ഇത് നടന്നാൽ മതി, ഇത് എങ്ങനെയും അങ്ങ് നടന്നാൽ മതി. പക്ഷെ ആ നടക്കുന്ന കാര്യത്തിലും നമ്മളുടെ സാറ്റിസ്ഫാക്ഷനിൽ അല്ലെങ്കിൽ ഏറ്റവും നന്നായി നടക്കണമെന്ന് നമ്മൾ ചിന്തിക്കില്ല. പക്ഷെ എങ്ങനെയും തട്ടി മുട്ടി അങ്ങ് നടന്നു പോയാൽ മതി. ആ തെറ്റായ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പൊളിക്ക് കർത്താവ് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി അറിയാം. തീക്ഷ്ണതയോടെ കർത്താവ് ഒരു കാര്യത്തെ ഫുൾഫിൽ ചെയ്യുകയാണ്. തീക്ഷ്ണതയോടെ കർത്താവ് ഒരു കാര്യത്തെ ചെയ്തെടുക്കുകയാണ്. നിന്റെ ബ്ലെസ്സിങ്ങിൽ ഒരു ലാക്കും ഉണ്ടാകത്തില്ല, ഒരു കുറവും ഉണ്ടാകത്തില്ല. നിന്റെ ലൈഫിൽ ഒരു കുറവും ഉണ്ടാകത്തില്ല. പക്ഷെ ആ കുറവിനെ നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ കൈപിടിച്ച് നടത്തുക, അത് കുഴപ്പമില്ല, അത് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു എക്സ്ക്യൂസ് പോലെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യത്തിൽ കുറവുണ്ടായാൽ അത് കുഴപ്പമില്ല, അതില്ലേലും കുഴപ്പമില്ല, പക്ഷെ ഇത്രയൊക്കെ ഉണ്ടല്ലോ. നമ്മളൊരു എക്സ്ക്യൂസ് പോലെ കുറവിനെ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ പോലെ കൈ പിടിച്ചുകൊണ്ട് നടത്തുക. ആ തെറ്റായ അണ്ടർസ്റ്റാൻഡിങ്, ആ തെറ്റായ ബോധ്യത്തെ പൊളിച്ചു കളഞ്ഞിട്ട് പറ, കർത്താവ് എനിക്ക് വേണ്ടി തീക്ഷ്ണതയോടെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുക. അവൻ എല്ലാം കർത്താവ് എനിക്ക് തന്നിരിക്കുക. എന്റെ ഭവനത്തിൽ ഒരു കാര്യത്തിലും ഒരു കുറവും ഉണ്ടാകത്തില്ല. ഈ വീഞ്ഞും ധാന്യവും എണ്ണയും അതൊക്കെ സിംബിളൈസ് എന്തോ അത് പറയുന്നതെന്നറിയോ? നിങ്ങളുടെ ഫിനാൻഷ്യൽ ഏരിയയിൽ നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ല. ഇവിടെ ഞാൻ ഒത്തിരി പേരെടുത്ത് ദൂത് പറഞ്ഞു, ഫിനാൻഷ്യൽ ഏരിയ നിങ്ങൾ അവിടെ തകർന്നിരിക്കുവാന്ന്. ഫിനാൻഷ്യൽ ഏരിയ നിങ്ങൾ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രഗിൾ വരുമ്പോൾ കർത്താവിൻ്റെ അടുത്ത് ചോദിക്കുകയോ അതിലെന്താണ് ഞാൻ അറിയാനുണ്ടെന്ന് ചോദിക്കുകയോ നമ്മൾ ചെയ്യാറുള്ളത് കുറവാണ്. ക്രൂഷ്യൽ നമുക്ക് കർത്താവ് നമ്മുടെ ഫിനാൻസിനെ റിസ്റ്റോർ ചെയ്തു എന്ന് ആ ബോധ്യമുള്ളവർ ക്രിസ്ത്യൻസിൻ്റെ ഇടയിൽ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ ഫൈനാൻസിന്റെ കാര്യത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതിന് കാരണം നിങ്ങൾക്ക് ആ കർത്താവിൽ നിന്ന്, ആ വചനത്തിൽ നിന്നുള്ള ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ആ കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. കർത്താവ് ഒരു കാര്യം പറയുക, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും തന്റെ ആത്മാവിനെ പകരുന്നതിന് മുമ്പ് ഒരു കാര്യം സംഭവിക്കും. തന്റെ ജനങ്ങൾക്ക് മുഴുവൻ കർത്താവ് ഒരു കുറവും ഇല്ലാത്ത വിധത്തിൽ സാമ്പത്തികമായി അനുഗ്രഹിക്കാൻ പോവുകയാണ്. പക്ഷെ നമ്മുടെ തലയിൽ അതില്ല. നമ്മുടെ തലയിൽ അങ്ങനെ ഒരു കാര്യം കൺട്രോൾ ചെയ്യുന്നില്ല. എവിടെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത്? നമ്മളൊരു പുതിയ വീട് പണിയാന്ന് വിചാരിച്ചോ, ഫിനാൻഷ്യലി ഒരു മീഡിയം ലെവലിലുള്ളവരാണെങ്കിൽ നോക്കിക്കോണം. വീട് പണി ആവുമ്പോഴേക്കും നമ്മൾ അവസാനത്തേക്ക് വെച്ച കാര്യങ്ങളിലേക്ക് നമ്മൾ കുറച്ച് ഇളവൊക്കെ കൊടുക്കൂലേ? അതിപ്പോ അങ്ങനെ ആയാലും മതി, നമ്മുടെ മനസ്സിന് ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ലേലും പക്ഷെ അത് നമ്മൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നതായിരിക്കും നല്ലത്. നമ്മൾ പുതിയൊരു വീട് പണിയുമ്പോൾ എല്ലാ കാര്യത്തിലും ഫുൾ സാറ്റിസ്ഫാക്ഷനോടെ പണിയാൻ നമ്മൾ ശ്രമിക്കാറില്ല, നോക്കാറില്ല. അത്രയൊക്കെ മതി എന്ന് ചിന്തിക്കാറാ പതിവ്. പക്ഷെ കർത്താവ് പറയാ, നിങ്ങൾ എല്ലാ കാര്യത്തിലും സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എല്ലാ ഫിനാൻഷ്യൽ കാര്യത്തിലും സാറ്റിസ്ഫാക്ഷൻ തരാൻ കർത്താവ് തയ്യാറാണ്. ഒരു കാര്യത്തിലും കുറവില്ലാതെ കർത്താവ് നിന്നെ നടത്താൻ തയ്യാറാണ്. ഒരു കാര്യത്തിലും കുറവില്ലാതെ കർത്താവ് നിന്നെ മുമ്പോട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സ്പിരിച്വലി വളരുന്ന സമയത്ത് സ്റ്റേജിൽ ഇന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. കർത്താവ് ആഗ്രഹിക്കുകയാണ് തൻ്റെ ജനങ്ങൾക്ക് അവൻ്റെ വരങ്ങളും എക്സ്പീരിയൻസുകളും തരാൻ കർത്താവ് ആഗ്രഹിക്കുക. കർത്താവിൻ്റെ അടുത്ത് വന്നാൽ മാത്രം മതി. അപ്പോൾ എന്നോട് സംസാരിച്ച് എന്നെ സങ്കടപ്പെടുത്തിയ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എന്തിനാ എൻ്റെ അപ്പൻ്റെ അടുത്ത് ഒരു സാധനം മേടിക്കാൻ വേണ്ടി പോകുന്ന എന്തിനാന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. പക്ഷെ എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം, നീ മേടിക്കാൻ പോയാലും ഇല്ലെങ്കിൽ കർത്താവ് തരാൻ തയ്യാറാ. നിങ്ങളുടെ ലൈഫിൽ ഒരു ലാക്കും ഇല്ലാതെ, നിങ്ങളുടെ ലൈഫിൽ ഒരു കുറവും ഇല്ലാതെ കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ തയ്യാറാ. നിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഒരു പ്രശ്നവും ഇല്ലാതെ, ഒരു സ്ട്രഗിളും ഇല്ലാതെ എന്നും നിറച്ച് 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 നൽകാൻ കർത്താവ് തയ്യാറാ. ആ തെറ്റായ ആറ്റിറ്റ്യൂഡിനെ, തെറ്റായ അണ്ടർസ്റ്റാൻഡിനെ പൊളിച്ചു കളാ. പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് ഇതിനെ എങ്ങനെ പറയാം? 2 കൊരിന്ത്യർ 9:8 And God is able to make all grace, every favor and earthly blessing come in abundance to you, so that you always have complete
sufficiency in everything and have an abundance for every good work and act of charity. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. എത്ര പേര് സദ്യ കഴിക്കാൻ പോയിട്ടുണ്ട്? സദ്യ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ, ഭയങ്കര തൃപ്തിയായെന്ന്, മനസ്സ് നിറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ നാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇനി ഒന്നും വേണ്ട, എല്ലാം നിറഞ്ഞു, എൻ്റെ മനസ്സ് നിറയുന്ന വിധത്തിൽ എല്ലാം ആയിരുന്നു, എൻ്റെ ഇഷ്ടത്തിന് എല്ലാം ഉണ്ടായിരുന്നു, ഇനി എനിക്കൊന്നും വേണ്ട എന്ന് പറയൂലേ. നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നിങ്ങൾ നോക്കിയേ, എങ്ങനെയും ഒരു കാര്യം നടന്നു പോയാൽ മതി എന്ന് ചിന്തിക്കുക അല്ലാതെ എനിക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാകുന്ന വിധത്തിൽ ഫിനാൻഷ്യലി നമ്മുടെ വീട്ടിലെ ഒരു ലാക്കും ഇല്ലാതെ നടക്കണമെന്ന് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? കർത്താവ് വാക്യത്തിൽ പറയുന്നത് എന്തോന്നറിയോ? നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കാൻ, എല്ലാത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കാൻ. എൻ്റെ ലൈഫ് റിയലി ബ്ലെസ്ഡ് ആണ്. ഞാൻ ജനിച്ച നിമിഷം മുതൽ കർത്താവ് എന്നെ അങ്ങേ എല്ലാ കാര്യത്തിലും അബണ്ടന്റ്ലി ബ്ലെസ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ലൈഫിലെ എല്ലാ കാര്യത്തിലും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, കാരണം എൻ്റെ കർത്താവ് എന്നെ അങ്ങനെ നടത്തുന്നേ. നിങ്ങളുടെ ലൈഫിൽ എത്ര പേർക്ക് ആ ഫിനാൻഷ്യൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് തിരിഞ്ഞു നോക്കിയേ. നമ്മൾ തയ്യാറാണ് ഈ ഉള്ള കുറച്ച് പൈസ വെച്ച് അത് അങ്ങനെ നടന്നു പോകാനും അത് വെച്ച് ജീവിക്കാനും നമ്മൾ തയ്യാറാണ്. പക്ഷെ കർത്താവ് പറയാ, നിനക്ക് എല്ലാ കാര്യത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി തരാൻ ഞാൻ തയ്യാറാണ്. എല്ലാ കാര്യത്തിലും എപ്പോഴും തലേ കയറേണ്ടത്, എപ്പോഴും എല്ലാ കാര്യത്തിലും പൂർണ്ണ തൃപ്തി. നമ്മുടെ തലേ കയറാത്തൊരു കാര്യം എപ്പോഴും എപ്പോഴും പൂർണ്ണ തൃപ്തി തരും. എപ്പോഴും എല്ലാ കാര്യത്തിലും പൂർണ്ണമായി നമുക്ക് തൃപ്തി ഉണ്ടാകുമോ? ചില കാര്യങ്ങൾ അവിടെ ഇവിടെയും എന്തെങ്കിലും ഒരു തൃപ്തി കുറവ്. നമ്മൾക്ക് ഇങ്ങനത്തെ എക്സ്ക്യൂസ് നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ കാര്യത്തിലും എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ്. ആ കാര്യത്തിൽ നമുക്ക് ഓക്കെ, ആ കാര്യത്തിൽ തൃപ്തിയുണ്ട്, ഈ കാര്യത്തിൽ ആ കാര്യം നല്ല വൃത്തിയായി നടന്നുകൊണ്ട് ഈ കാര്യം ചിലപ്പോൾ ഒരു തൃപ്തി കുറവ് നടക്കാം. എല്ലാ കാര്യവും അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മുടെ ആ ആഗ്രഹത്തിന് നമ്മുടെ പൂർണ്ണ തൃപ്തിക്ക് നടക്കുമോ? നമുക്ക് എല്ലാവർക്കും ഒരു എക്സ്ക്യൂസ് കൊണ്ടു നടക്കാൻ ഭയങ്കര കാര്യമാണ്. പക്ഷെ കർത്താവ് പറയാം, എല്ലാ എർത്ത്ലി ബ്ലെസ്സിങ്ങും, ഈ ഭൂമിയിലുള്ള എല്ലാ ബ്ലെസ്സിങ്ങും വേണ്ടുവോളം ധാരാളം കർത്താവ് നിനക്ക് തന്നിരിക്കുക. നിനക്ക് എല്ലാ കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആകണ്ടേന്. ഇവിടെ എഴുതിയിരിക്കുക, സോ ദാറ്റ് യു മേ ഓൾവേസ് ഹാവ് കംപ്ലീറ്റ് സഫിഷ്യൻസി. എല്ലാ കാര്യത്തിലും സഫിഷ്യൻസി ഉണ്ട്, എല്ലാ കാര്യത്തിലും നിറവുണ്ടായിട്ട്, എല്ലാ കാര്യത്തിലും തൃപ്തി ഉണ്ടായിട്ട്, ബാക്കിയുള്ളവർക്ക് കൊടുക്കാനും വിതറാനും വേണ്ടി നിന്റെ കരങ്ങളിൽ നിന്റെ കരങ്ങളിൽ എല്ലാ ബ്ലെസ്സിങ്ങും കർത്താവ് നിനക്ക് തന്നിരിക്കുക. നിങ്ങൾ എത്രത്തോളം ഈ ട്രൂത്തിനെ തലേ കയറ്റും, അവൻ എല്ലാ കാര്യത്തിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തില്ല, എല്ലാ കാര്യത്തിലും പൂർണ്ണ തൃപ്തി ഉണ്ടാകത്തില്ല എന്നുള്ള ആ തെറ്റായ ചിന്തേനെ എത്രത്തോളം വലിച്ച് തറയിറക്കുന്നു, എത്രത്തോളം വലിച്ച് ഇല്ലാതാക്കുന്നു, എത്രത്തോളം അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ പൂർണ്ണ തൃപ്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എൻ്റെ ലൈഫിൽ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അപ്പ എന്നെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് ചോദിക്കണേ കാട്ടി ഫ്രീഡത്തിൽ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് എന്ത് വേണം ചോദിക്കാം. അതുകൊണ്ട് എനിക്ക് പണ്ട് മുതലേ എൻ്റെ അപ്പയെടുത്തും എൻ്റെ അമ്മയെടുത്തും എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിനോ എന്തെങ്കിലും ഒരു കാര്യം മേടിച്ചു തരാൻ പറയുന്നതിനെക്കാട്ടിലും ഇഷ്ടം എൻ്റെ ഹെവൻലി ഫാദറിൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുക, ഒരു കാര്യം മേടിച്ചു തരാൻ പറയാനാണ് ഇഷ്ടം. ഞാൻ എന്തെങ്കിലും കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ അതെൻ്റെ കൈ കിട്ടും, അത് ഉറപ്പാ. ഞാനിത് പറഞ്ഞതിന് കാര്യം എന്താണെന്നറിയോ? ഇതൊരു ശരിയായ അല്ലെങ്കിൽ കറക്റ്റായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. കർത്താവിൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും നിന്റെ അപ്പൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിനക്ക് നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു അപ്പനാണ് നിനക്കുള്ളത്.
അത് പണ്ട് പോലെ എന്റെ തലയിൽ കയറിയോണ്ട് ഞാൻ അപ്പടുത്തൊന്നും ചോദിക്കാറില്ല, എന്റെ ഹെവൻലി ഫാദറിന്റെ അടുത്ത് എല്ലാം ചോദിക്കാറുള്ളൂ. ഹല്ലേലൂയ. അതേപോലെ നിങ്ങളുടെ തലയിൽ കയറേണ്ട ഒരു കാര്യമാണ്, കർത്താവ് അവന്റെ ഗ്രേസിനെ നിനക്ക് തന്നിരിക്കുക. എല്ലാ കാര്യത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരാകാൻ. എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യം മാറ്റി വെച്ചിട്ട് കുറച്ച് കാര്യമല്ല, എല്ലാ കാര്യത്തിലും പൂർണ്ണ തൃപ്തി, ഫുൾ സാറ്റിസ്ഫാക്ഷൻ, ഹാവ് കംപ്ലീറ്റ് സഫിഷ്യൻസി. ആ സഫിഷ്യൻസി എന്നുള്ള വാക്ക് തലയിൽ കയറ്റി വെച്ചോണം. കാരണം എല്ലാ കാര്യത്തിലും സഫിഷ്യന്റ് ആയിട്ട് നിനക്കുണ്ടാകും. നിങ്ങളുടെ ലൈഫിൽ ഫുഡിനാകട്ടെ, നിങ്ങളുടെ ഡ്രസ്സിനാകട്ടെ, നിങ്ങളുടെ ഫിനാൻസിനാകട്ടെ, എല്ലാ കാര്യത്തിലും സഫിഷ്യൻസി ഉണ്ടാകും. നിങ്ങളുടെ വീട്ടിൽ ഒരു കുറവും ഉണ്ടാകത്തില്ല. കാരണം കർത്താവിന്റെ ബ്ലെസ്സിങ് നിന്റെ മേലുണ്ടായതുകൊണ്ട് നിന്റെ വീട്ടിൽ ഒരു കുറവും ഉണ്ടാകത്തില്ല. കർത്താവ് ബൈബിളിൽ പറഞ്ഞിരിക്കുക, അന്ത്യകാലത്ത് എന്റെ ജനങ്ങളുടെ മേൽ ഞാൻ ആത്മാവിനെ പകരുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തെടുക്കും. എന്നെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ മക്കളുടെ എല്ലാ കാര്യത്തിലും ഞാൻ സഫിഷ്യൻസിയെ പകരും. എല്ലാ കാര്യത്തിലും അവർക്ക് ഞാൻ പൂർണ്ണ തൃപ്തി കൊടുക്കും. ആ സീലിന്റെ വേർഡ് മീനിങ് ഓർമ്മിച്ച് വെച്ചോണം. ഡെഡിക്കേഷനോടെ, തീക്ഷ്ണതയോടെ കർത്താവ് ഒരു കാര്യത്തെ ഫുൾഫിൽ ചെയ്യുക. നിന്റെ ലൈഫില് ഫിനാൻഷ്യൽ കാര്യത്തിൽ ഒരു ലാക്കും ഉണ്ടാകത്തില്ല. നമ്മളെല്ലാരും സ്ട്രഗിൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ കാര്യത്തിലാണ്. കാരണം നമുക്ക് ഈ ട്രൂത്ത് അറിയത്തില്ല. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതിനെ നമുക്ക് അറിയത്തില്ല. നമ്മൾ ആ കാര്യത്തിൽ ബ്ലൈൻഡ് ആണ്. പക്ഷെ ഇന്നു മുതൽ ആരൊക്കെ വിശ്വസിക്കുന്നു ക്രൂശിൽ കർത്താവ് എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്നും, ആമേൻ, അതിൽ കർത്താവ് എന്റെ ഫിനാൻഷ്യലി എനിക്ക് വേണ്ടി എല്ലാം റിസ്റ്റോർ ചെയ്തുവെന്നും, ഞാൻ ആയിരിക്കുന്ന ഒരു കാര്യത്തിലും ഒരു കുറവും ഉണ്ടാകത്തില്ല എന്നും, എല്ലാ കാര്യത്തിലും ഞാൻ സഫിഷ്യന്റ് ആയിരിക്കുമെന്നും എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. നിങ്ങളുടെ തെറ്റായ ആ ബോധ്യത്തെ പൊട്ടിച്ചു കളയുന്നു. ആമേൻ. നിങ്ങളുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റ് ആവാൻ തുടങ്ങും. അപ്പ പറഞ്ഞ മെസ്സേജാണ്, നമ്മൾക്ക് കിട്ടിയ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കുകയും ഒരു പ്രശ്നം വന്നാലും അതിനെ വെറുതെ വിടരുത്, അതിനെ നമ്മൾ കൈവിടരുതെന്നും. ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരുമ്പോൾ ഇപ്പൊ നിങ്ങൾ പറയും, കർത്താവ് എനിക്ക് വേണ്ടി അത് തന്നിരിക്കുകയാണ്, ആമേൻ, കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്തിരിക്കുകയാണ്, എല്ലാ കാര്യത്തിലും ഒരു ലാക്കും ഇല്ലാതെ കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരുമ്പോൾ നിങ്ങൾ പറയണം, കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. ആ സമയത്ത് എങ്ങനെയും കിട്ടുമെന്ന് നോക്കി നടക്കാതെ, കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നോക്ക്. കർത്താവ് നിനക്ക് വേണ്ടി വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിനെ നോക്ക്. ഒരു ലാക്കും ഇല്ലാതെ സമൃദ്ധിയായി പൂർണ്ണ തൃപ്തി വരുന്ന വിധത്തിൽ കർത്താവ് നിന്നെ നടത്താൻ തയ്യാറാണ്. അവൻ അതിൽ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്നു, എത്രത്തോളം നിങ്ങൾ അതിനെ മുറുകെ പിടിക്കുന്നു, നിന്റെ ലൈഫിൽ അത് മാനിഫെസ്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ അത് വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ആമേൻ. എന്റെ കൂടെ കൺഫസ് ചെയ്തേ, എന്റെ ലൈഫിൽ എല്ലായിടത്തും സഫിഷ്യൻസി ഉണ്ടാകും. എന്റെ ജീവിതത്തിൽ എല്ലായിടത്തും തൃപ്തി ഉണ്ടാകും. ആമേൻ. എന്റെ ലൈഫിൽ എല്ലായിടത്തും പൂർണ്ണ തൃപ്തി ഉണ്ടാകും. ജീവിതത്തിൽ എല്ലായിടത്തും പൂർണ്ണ തൃപ്തി ഉണ്ടാകും. ഒരിക്കൽ കൂടി പറഞ്ഞു, എന്റെ ലൈഫിൽ എല്ലായിടത്തും പൂർണ്ണ തൃപ്തി ഉണ്ടാകും. ജീവിതത്തിൽ എല്ലായിടത്തും പൂർണ്ണ തൃപ്തി ഉണ്ടാകും. ഒരു കുറവും എനിക്ക് ഒരിടത്തും ഉണ്ടാകത്തില്ല. ഒരു കുറവും എനിക്ക് ഒരിടത്തും. എല്ലായിടത്തും എനിക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടായിരിക്കും. എല്ലായിടത്തും എനിക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാകും. എപ്പോഴും പൂർണ്ണ തൃപ്തി ഉണ്ടായിരിക്കും. എപ്പോഴും പൂർണ്ണ തൃപ്തി ഉണ്ടാകും. ഒരിടത്തും എനിക്ക് കുറവുണ്ടാകത്തില്ല. ഒരിടത്ത് പോലും എനിക്ക് കുറവുണ്ടാകത്തില്ല. ഒരിക്കൽ കൂടി പറഞ്ഞു, ഒരിടത്തും എനിക്ക് കുറവുണ്ടാകത്തില്ല. ഒരിടത്തും എനിക്ക് കുറവുണ്ടാകത്തില്ല. എല്ലായിടത്തും പൂർണ്ണ തൃപ്തി ഉണ്ടാകും. എല്ലായിടത്തും എനിക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടാകും. നിങ്ങൾ എന്തിനു വേണ്ടിയായി കോംപ്രമൈസ് ചെയ്യുന്നത്? കർത്താവ് നിങ്ങൾക്ക് ഇച്ചിരി തന്നിട്ട് ബാക്കി തരാൻ കർത്താവിന് വേറെ എവിടെയും പോയി പണിയെടുക്കണം. നമ്മൾ സേവിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഈ ലോകത്തെ ഉണ്ടാക്കിയ രാജാവിനെ നമ്മൾ സേവിക്കുന്നത്. എന്തിനാ നിങ്ങൾ ഒരു കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞിരിക്കുക, നിനക്ക് വേണ്ടി എല്ലാത്തിലും പൂർണ്ണ തൃപ്തി തരാൻ, എപ്പോഴും പൂർണ്ണ തൃപ്തി തരാൻ തയ്യാറാണ്. ഒരു ലാക്കും നിനക്കുണ്ടാകത്തില്ല എന്ന് എഴുതി വെച്ചിരിക്കുക. പക്ഷെ നമ്മുടെ തലയിൽ കയറിയിരിക്കുക. ചില സ്ഥലത്ത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ, ചില സമയത്ത് ചില
കുറവുകളൊക്കെ ഉണ്ടാകാം. എന്റെ ലൈഫിൽ ഇതുവരെ ഒരു കുറവും ഉണ്ടായിട്ടില്ല. എന്റെ ലൈഫിൽ ഇതുവരെ ഒരു കുറവും കർത്താവ് ഉണ്ടാക്കിയിട്ടില്ല. ഇനി ഒരിക്കലും ഉണ്ടാകത്തുമില്ല. കാരണം ഞാൻ ഓരോ ദിവസവും അവന്റെ ട്രൂത്തിൽ വളരും തോറും എനിക്കറിയാം ഒരു പ്രശ്നം വരുമ്പോ എങ്ങനെ അതിനെ ഡീൽ ചെയ്യേണ്ടതെന്ന്. നിങ്ങളുടെ ലൈഫില് ഒരു കുറവും ഉണ്ടാകത്തില്ല. ഉറക്കെ പറഞ്ഞ, എന്റെ ലൈഫിൽ ഒരു കുറവും ഉണ്ടാകത്തില്ല. എല്ലായിടത്തും പൂർണ്ണ തൃപ്തരായിരിക്കും. എല്ലായിടത്തും ഞാൻ പൂർണ്ണ തൃപ്തനായിരിക്കും. എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കും. പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കും. എന്റെ ലൈഫിൽ എല്ലായിടത്തും കംപ്ലീറ്റ് സഫിഷ്യൻസി ഉണ്ടായിരിക്കും. എന്റെ ജീവിതത്തിന്റെ എല്ലായിടത്തും കംപ്ലീറ്റ് ആയ പൂർണ്ണതയുണ്ടാകും. നമുക്ക് വീണ്ടും യോവേൽ 2-ാം അധ്യായം 23-ാം വാക്യം വായിക്കാം. So rejoice, O children of Zion, and delight in the Lord your God, for he has given you early rain in vindication, and he has poured out the rain for you, the early rain and the late rain as before. അങ്ങനെ നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. 23 സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പിൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരുന്നു. നേരത്തെ പറഞ്ഞ പോലെ നമ്മള് എക്സ്ക്യൂസിങ്ങിനെ ഫ്രണ്ടിനെ നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണല്ലേ. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തലേ കയറ്റി വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്, ശരിയായ ഇതിപ്പോ കറക്റ്റായ സമയമല്ല എന്ന് പറയും. അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം നടന്നില്ലെങ്കിൽ പറയും അത് കറക്റ്റായ സമയം ആയിരിക്കത്തില്ല. ചില സമയത്ത് ചിലപ്പോൾ അത് കറക്റ്റായ സമയം ആയിരുന്നുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ നടന്നു കാണുക. നിങ്ങള് സ്കൂള് തുടങ്ങുന്ന സമയം അറിയാം, ജൂൺ ജൂലൈയിലാണ് സ്കൂള് തുടങ്ങുന്നത്, അവസാനിക്കുന്നത് മാർച്ച്. ആ സമയങ്ങളിലാണ് അതിന്റെ ഓർഡർ അല്ലെങ്കിൽ ആ സീസൺ ഒന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അവതാളത്തിലാവൂലേ. കാരണം സ്കൂളിന് അതിൻ്റെതായ ഒരു ഇത്ര മന്ത് നമ്മൾ പഠിക്കണമെന്നും ഇത്ര മാസങ്ങൾ നമ്മൾ അവിടെ സ്കൂളിലായിരിക്കണമെന്നും എന്നാൽ അതിന്റെ പോർഷൻസ് തീർക്കാൻ കഴിയത്തുള്ളൂ. അതൊരു സീസണൽ കാര്യമാണ്. എത്ര പേർക്കറിയാം കർത്താവ് കറക്റ്റ് സമയത്ത് നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആ കർത്താവ് ആ സീസണൽ ബ്ലെസ്സിങ്ങിലാണെന്ന് എത്ര പേർക്കറിയാം. നമുക്ക് ഓരോ സീസണിൽ ലഭിക്കേണ്ട അനുഗ്രഹം ആ സീസണിൽ കറക്റ്റ് സമയത്ത് കിട്ടുമെന്ന് എത്ര പേർക്ക് ബോധ്യമുണ്ട്? അപ്പ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ മാങ്ങ സീസൺ തെറ്റി ഉണ്ടാവാറില്ലല്ലേ. അതിന് അതിൻ്റെതായ ഒരു സീസൺ ഉണ്ട്. നിങ്ങളുടെ ലൈഫിലെ എല്ലാ സീസണിലെ ബ്ലെസ്സിങ്ങും നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിന് കർത്താവ് തരും. അതിനെ വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ ലൈഫിൽ ഒരു കുറവും ഉണ്ടാകത്തില്ല. എല്ലാ സീസണൽ ബ്ലെസ്സിങ്ങും തക്ക സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ 1:3 പറയുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. ആമേൻ. നീ ചെയ്യുന്നതൊക്കെ സാധിക്കും. നിനക്കൊരു കുറവും ഉണ്ടാകത്തില്ല. ആ സമയത്ത് ആവശ്യമായ കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് കർത്താവ് ഉറപ്പ് വരുത്തും. നിനക്കത് ഉണ്ടാകണമെന്ന് കർത്താവ് ഉറപ്പ് വരുത്തും. ആരെങ്കിലും അല്ലെങ്കിൽ മാവിന്റെ അടുത്ത് പോയി പറയണം ഇന്ന സമയത്ത് നീ ഉണ്ടാവണമെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കറക്റ്റ് ആ സീസണിൽ അത് ഉണ്ടായിരിക്കും. കർത്താവ് അത് അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നേ. ദൈവമക്കളായ നമ്മൾ ഓരോരുത്തർക്കും ആ സീസണിൽ ലഭിക്കേണ്ട ബ്ലെസ്സിങ് കർത്താവ് ഉറപ്പ് വരുത്തുമെന്ന് നിങ്ങൾക്ക് ഓരോരുത്തരും ലഭിക്കണമെന്ന്. നീ കറക്റ്റ് സമയത്തല്ല, ഇത് ശരിയായ സമയമല്ല. നമ്മൾ ചിലപ്പോ പറയും ആ സമയത്ത് അത് നടന്നിരുന്നത് അതങ്ങ് ശരിയായനെ, ഇനി എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. തെറ്റായ അണ്ടർസ്റ്റാൻഡിങ്, തെറ്റായ ബോധ്യമാണ്. നീ ആയിരിക്കുന്നത് എപ്പോഴും കറക്റ്റ് ടൈമിലാണ്. കർത്താവ് ഉറപ്പ് വരുത്തും നിനക്ക്. ആമേൻ. നിന്റെ ബ്ലെസ്സിങ് നിനക്ക് ആ സമയത്ത് വരേണ്ടതെല്ലാം നിന്റെ കൈകളിൽ വരാൻ കർത്താവ് ഉറപ്പ് വരുത്തും.
നിനക്ക് ആ തലയിൽ ആ ബോധ്യം ഉണ്ടായാൽ മാത്രം മതി. കർത്താവ് ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ ഒരു കാര്യം പോലും സീസൺ തെറ്റി ഉണ്ടാവാറില്ല. ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം ഒരിക്കലും പോലും സീസൺ തെറ്റി ഉണ്ടാവാറില്ല. നമ്മൾ ഓരോരുത്തരും അവന്റെ മക്കളാണ്. നമ്മൾ ഓരോരുത്തരും അവന്റെ മകനും മകളുമാണ്. എന്നിട്ടാണ് നീ പറയണേ ആ സമയത്ത് അത് നടന്നിരുന്നെങ്കിൽ അത് ശരിയായനെ. നിനക്ക് കറക്റ്റ് സമയത്ത് നിന്റെ കയ്യിൽ നിങ്ങളുടെ ബ്ലെസ്സിങ് വന്നിരിക്കാൻ കർത്താവ് മേക്ക് ഷുവർ ചെയ്യാൻ ഉറപ്പ് വരുത്തും നിന്റെ കൈകളിൽ നിന്റെ ബ്ലെസ്സിങ് വരാൻ. ആമേൻ. നിനക്ക് ഒരു കാര്യത്തിലും ഒരു കുറവും ഉണ്ടാകത്തില്ല. ഒരു കാര്യത്തിലും നിനക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ല. എല്ലായ്പ്പോഴും എല്ലായിടത്തും നമ്മൾ പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ആമേൻ അതാത് സീസണിലുള്ള അതാത് ഒരുക്കി വെച്ചിരിക്കുന്ന ആ സമയത്ത് നിന്റെ ബ്ലെസ്സിങ് കർത്താവ് നിങ്ങളുടെ കരങ്ങളിൽ തരും. അതിനെ വിശ്വസിച്ച് അതിനെ കൺഫ്യൂസ് ചെയ്ത് അതിനെ മുറുകെ പിടിച്ചാൽ മതി, ആ കാര്യങ്ങൾ മാനിഫെസ്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. ആമേൻ. അതുകൊണ്ട് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 1 പത്രോസ് 5:6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താന്നിരിപ്പിൻ. കർത്താവ് പറയാ He's faithful. അല്ലെങ്കിൽ കർത്താവ് നിന്നെ ഉയർത്താൻ ബലമുള്ളവനാണ്, കഴിവുള്ളവനാണ്. തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ അവന് കഴിയും. ആമേൻ. തക്ക സമയത്ത് നിന്റെ കൈകളിൽ നിനക്ക് ആവശ്യമുള്ളത് തരാൻ അവൻ അറിയാം. വയറ്റിലൊരു വാവ ഉണ്ടാവുമ്പോ എങ്ങനെയാണല്ലേ, ഓരോ സമയത്ത് കറക്റ്റായ കാര്യങ്ങൾ അതിന് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. പുറത്തു വരുമ്പോ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാകുക. എല്ലാ കാര്യങ്ങളും കർത്താവ് പെർഫെക്റ്റ് ആയിട്ട് അതിന്റെ സമയത്തിന് അതിൻ്റെതായ ഡ്യൂറേഷനിൽ കർത്താവ് കറക്റ്റായി ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും കർത്താവിന്റെ മകനും മകളുമാണ്. നിനക്ക് ആവശ്യമുള്ളത് ആ കറക്റ്റ് സമയത്ത് നിന്റെ കൈകളിൽ വരും. നിനക്ക് ആവശ്യമുള്ളത് നിന്റെ കറക്റ്റ് സമയത്ത് നിന്റെ ലൈഫിൽ അത് മാനിഫെസ്റ്റഡ് ആകും. നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിൽ ഒരു തരത്തിലൊരു ലാക്ക് ഉണ്ടാകത്തില്ല. നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിൽ ഒരു തരത്തിലൊരു കുറവും ഉണ്ടാകത്തില്ല. ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ്. എത്ര പേര് തയ്യാറാണ് നിങ്ങളുടെ ആ തെറ്റായ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പൊട്ടിച്ചിട്ട് ആമേൻ കർത്താവ് നിങ്ങളോട് പറയുന്ന ആമേൻ എനിക്കൊരു ലാക്കും ഉണ്ടാകത്തില്ല, എനിക്കൊരു കുറവും ഉണ്ടാകത്തില്ല, ആമേൻ ആ വാക്യത്തെ മുറുകെ പിടിക്കാൻ എത്ര പേര് തയ്യാറാണ്? ആമേൻ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ നിമിഷം ആ കർത്താവിന്റെ ബ്ലെസ്സിങ്ങിനെ ആമേൻ നിങ്ങൾക്ക് കറക്റ്റായി വരേണ്ടതിനെ നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഹെവൻലി ഫാദർ, അപ്പൊ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും അപ്പൊ ആ ബ്ലെസ്സിങ്ങിനെ റിലീസ് ചെയ്യുകയാണ്. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാകരുത്. അവരുടെ ജീവിതത്തിൽ ഫിനാൻഷ്യലി ഒരു സ്ട്രഗിൾ ഉണ്ടാകരുത്. അപ്പ നീ ക്രൂശിൽ എല്ലാത്തിനെയും റിസ്റ്റോർ ചെയ്തു. നീ ക്രൂശിൽ എല്ലാത്തിനെയും റിസ്റ്റോർ ചെയ്തു. ഞങ്ങളുടെ ലൈഫിൽ ഒരു കാര്യത്തിനും ഒരു കുറവുണ്ടാകത്തില്ല. അതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനെ ഞങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ ലൈഫിൽ ഒരു കുറവ് ഉണ്ടാകത്തില്ല. എല്ലാ കാര്യത്തിലും ഞങ്ങൾ പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കും. എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കും. I bless them in the name of Jesus. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ് ഞാൻ എല്ലായ്പ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കും. എല്ലായ്പ്പോഴും എല്ലായിടത്തും പൂർണ്ണ തൃപ്തിയുള്ളവരായിരിക്കും. I will have complete sufficiency in my life. എൻ്റെ വീടിലാകട്ടെ ഓരോ മുക്കും മൂലയിൽ സഫിഷ്യൻസി ഉണ്ടാകും. ഓരോ മുക്കും മൂലയിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ആമേൻ. എൻ്റെ വീട്ടിൽ വന്ന് നോക്കിയാൽ എൻ്റെ അപ്പ ഓരോ മുക്കും മൂലയും അപ്പയുടെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് ഇങ്ങനെ പണിഞ്ഞു വെച്ചേക്കുന്ന കാണാം. എല്ലാ മുക്കും മൂലയും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി അവന്റെ ഗ്ലോറിയെ പ്രസന്റ് ചെയ്യുന്ന വിധത്തിരിക്കും. ഒരു കർത്താവിന്റെ വേല ചെയ്യുന്ന അല്ലെങ്കിൽ കർത്താവിനെ അറിഞ്ഞ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഓരോ വ്യക്തിയുടെ ലൈഫിലും അവൻ തരുന്ന വിധത്തിൽ അവന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് നമ്മുടെ ജീവിതം ആയിരിക്കേണ്ടത്. ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ ഓരോരുത്തരും ആ രാജാവിന്റെ മക്കളാണ്.
രാജാവിന്റെ മക്കളെ പോലെ ഒരു കാര്യത്തിലും നിങ്ങൾ ആരെങ്കിലും രാജാവിന്റെ മക്കൾക്ക് എന്തെങ്കിലും കുറവുള്ളതായിട്ട് കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ അവർ ഒരു കാര്യം ചോദിക്കലും വേണ്ട, അതിനു മുമ്പ് അവരുടെ മുമ്പിൽ അത് പ്രസന്റഡ് ആയിരിക്കും. നിങ്ങൾ ഓരോരുത്തരും അവന്റെ മക്കളാണ്. നിങ്ങൾക്ക് ഒരു കാര്യത്തിലും ഒരു കുറവും ഉണ്ടാകത്തില്ല. ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ല. ആമേൻ. ഇന്ന് മുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഒരു പുതിയ വാതിൽ തുറന്നു പോലെ, ഒരു പുതിയ നിലവാരം തുറന്ന പോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാറി മറിയാൻ പോകുകയാണ്. ഞാൻ ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു വെളിപ്പാട് കണ്ടു. ആ തെറ്റായ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പൊളിച്ച് കർത്താവ് എനിക്ക് ഫിനാൻസ് തന്നിരിക്കുകയെന്ന് വിശ്വസിച്ച് മുമ്പോട്ട് കാല് വെക്കാൻ, എല്ലാ കാര്യത്തിലും കർത്താവ് എനിക്ക് കംപ്ലീറ്റ് സഫിഷ്യൻസി തന്നിരിക്കുകയാണെന്ന്, എനിക്ക് എല്ലാ കാര്യത്തിലും കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കർത്താവ് തന്നിരിക്കുകയെന്ന് വിശ്വസിച്ച് കാല് വെക്കുന്ന ഓരോ വ്യക്തികളുടെ കൂടെയും ആ ഫിനാൻസ് തുറക്കുന്നത് ഞാൻ കണ്ടു. ആ ഏഞ്ചൽസ് അവരുടെ ലൈഫിൽ പ്രത്യക്ഷപ്പെടുന്നതും അവർക്ക് ആ ഫിനാൻസ് ഉണ്ടാവുന്നത് ഞാൻ കണ്ടു. ഇന്നു മുതൽ ആ കാര്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ ലൈഫിൽ ആ ഏഞ്ചൽ പ്രത്യക്ഷപ്പെടാൻ പോകുകയാണ്. ആ ഏഞ്ചലിക് പ്രസൻസ് ഉണ്ടാകാൻ പോകുകയാണ്. ആ ഫിനാൻസ് വർദ്ധിക്കാൻ പോകുകയാണ്. അപ്പൊ റിലീസ് ഫിനാൻസ് ലോർഡ്. അപ്പൊ ഈ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ അതുണ്ടാകട്ടെ. അവർക്ക് ഇനി ഒരു കാര്യത്തിൽ ഒരു ലാക്ക് ഉണ്ടാകരുത്, ഒരു കാര്യത്തിൽ ഒരു കുറവുണ്ടാകരുത്. എനിക്ക് ആ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറയുന്ന വിധത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകരുത്. അപ്പ നീ എഴുതിയിരിക്കുന്ന ഓരോ വാക്കിനെ ഞങ്ങൾ മുറുകെ വിശ്വസിക്കുന്നു. അപ്പ ഞങ്ങളുടെ ലൈഫിൽ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആമേൻ. നമുക്കൊരു വാക്യം വായിക്കാം. യോവേൽ 2:24. And the threshing floor shall be full of grain and the vat shall overflow with new wine and oil. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലേ കർത്താവ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. കർത്താവ് പറയാ, നിങ്ങളുടെ വീട്ടില് എല്ലാ കാര്യങ്ങളും ഓവർഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും, കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറഞ്ഞും ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന എന്തോന്നറിയോ? ഓവർഫ്ലോ വിത്ത് ന്യൂ വൈൻ ആൻഡ് ഓയിൽ. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു വെളിപ്പാടുണ്ട്. നമ്മള് ഓവർഫ്ലോ പോട്ടെ, നിറഞ്ഞിരിക്കുന്ന പോട്ടെ, ഒരു കപ്പ് എടുത്ത് ഇങ്ങനെ അകത്തോട്ടിട്ട് വാരിയ ആ കപ്പ് പാതി നിറയുന്ന വിധത്തിൽ ഉണ്ടാവണേ എന്ന് ചിന്തിക്കുന്ന മൈൻഡ് സെറ്റാണ് നമ്മുടെ. കർത്താവ് പറയാ, നിനക്ക് എല്ലാ കാര്യത്തിലും ഓവർഫ്ലോ ആയിരിക്കും. കവിഞ്ഞൊഴുകുന്ന വിധത്തിൽ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. കവിഞ്ഞൊഴുകുന്ന വിധത്തിൽ കർത്താവ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കളപ്പുരകൾ കവിഞ്ഞൊഴുകും. അതിനെ വിശ്വസിക്ക്, അതിനെ മുറുകെ പിടിക്കാൻ. എവിടെയെങ്കിലും ഒഴുകുന്നില്ല എന്ന് കാണുമെങ്കിൽ നോക്കി അതിനെ കമാൻഡ് ചെയ്യേ, അത് ഒഴുകിയേ പറ്റൂ. കാരണം നിങ്ങളുടെ ലൈഫിൽ കർത്താവ് അതിനെ തന്നിരിക്കുകയാണ്. എല്ലാ കാര്യത്തിലും ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകും. എല്ലാ കാര്യത്തിലും ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഒരു ലാക്ക് ഉണ്ടാകത്തില്ല. ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ലാക്ക് ഉണ്ടാകത്തില്ല. എന്റെ ബ്ലെസ്സിങ് എല്ലാത്തിലും ഒരു കവിഞ്ഞൊഴുക്കുണ്ടാകും. ഞങ്ങളുടെ സ്കൂളില് ഞാൻ 11th കയറിയ സമയത്ത്, ലോക്ക്ഡൗൺ കഴിഞ്ഞ് കയറുന്ന സമയം, അപ്പോൾ യൂണിഫോം ഇല്ല. ഓൾമോസ്റ്റ് 8 months, ഒരു വർഷത്തോളം നമ്മൾ സാധാ കളർ ഡ്രസ്സാണ് ഇടേണ്ടത്. എനിക്ക് ഓരോ ദിവസവും ഇടാനും ഓരോ ഡ്രസ്സുണ്ട്. ഞാൻ ഒരെണ്ണം പോലും റിപ്പീറ്റ് ചെയ്തില്ല. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞിലത്തെ 3rd സ്റ്റാൻഡേർഡ് മുതലുള്ള ഡ്രസ്സ് ഇപ്പോഴും ഇടും. വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതും ഒരു ബ്ലെസ്സിങ് ആണ്. കർത്താവ് അതോടൊപ്പം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടായത് ഓരോ ദിവസവും ഞാൻ ഒരു ഡ്രസ്സ് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല.
എൻ്റെ ലൈഫിൽ എല്ലാ കാര്യത്തിലും ഒരു ഓവർഫ്ലോ ഉണ്ട്. ആമേൻ. കർത്താവിന്റെ ബ്ലെസ്സിങ് നമ്മുടെ മേലിലുള്ളപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ഓവർഫ്ലോ ഉണ്ട്. ഒരു കാര്യത്തിലും കുറവുണ്ടാവത്തില്ല. നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അത് മതി, ഇത്രയും മതി എന്ന് ചിന്തിക്കാതെ ആ തെറ്റായ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പൊട്ടിച്ചിട്ട് കർത്താവിന്റെ വചനം പറയുന്ന കേൾക്ക്. കർത്താവ് പറയുക എല്ലാ കാര്യത്തിലും ഓവർഫ്ലോ ഉണ്ടായിരിക്കും, കവിഞ്ഞൊഴുക്കുണ്ടായിരിക്കും. എല്ലാ കാര്യത്തിലും കവിഞ്ഞൊഴുക്കുണ്ടായിരിക്കും. സങ്കീർത്തനം 23:5 പറയാം, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. എനിക്ക് സങ്കീർത്തനം ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ആമേൻ. ദാവീദ് കർത്താവിന് വേണ്ടി ആമേൻ എന്തോരം ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലോ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. കർത്താവിന്റെ ഹൃദയം അറിഞ്ഞ ആള്. അവനറിയായിരുന്നു കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ ഒരു കുറവും ഉണ്ടാകത്തില്ല, എല്ലായിടത്തും കവിഞ്ഞൊഴുക്കുണ്ടായിക്കൊണ്ടേയിരിക്കും. ആമേൻ. ചുറ്റും ആമേൻ പ്രതിസന്ധി ആകട്ടെ, യുദ്ധമാകട്ടെ, ചുറ്റും ആയിരിക്കുന്ന വ്യക്തികൾ പട്ടിണിയിലായിരിക്കട്ടെ, നിങ്ങളുടെ വീട്ടില് ഒരു ഫെസ്റ്റിവൽ പോലെ അല്ലെങ്കിൽ ഒരു ഫീസ്റ്റിന് വിളിച്ചതുപോലെ നിങ്ങളുടെ ലൈഫില്, ഫാമിലിയില്, വീട്ടിലെല്ലാം കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന വിധത്തിൽ നിങ്ങളുടെ കൈകളിൽ കർത്താവ് കവിഞ്ഞൊഴുക്കിനെ തരുകയാണ്. എല്ലായിടത്തും ചുറ്റും എന്തോ ആകട്ടെ, യുദ്ധമാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, ഫെമേനാകട്ടെ, എന്തോ ആകട്ടെ, കർത്താവ് പറയാൻ നിന്റെ കൈകളിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന വിധത്തിൽ കവിഞ്ഞൊഴുക്കിനെ ഞാൻ തന്നിരിക്കുകയാണ്. എല്ലാ വിധത്തിലും കവിഞ്ഞൊഴുക്ക്, എല്ലാ വിധത്തിലും ഓവർഫ്ലോ. നമ്മൾ പക്ഷേ ഓവർഫ്ലോ വേണ്ട, അതും വേണ്ട, ഇതും വേണ്ട, അതിൽ കോംപ്രമൈസ് ചെയ്ത് അതെങ്ങനെയും തട്ടിമുട്ടി എങ്ങനെയൊക്കെ നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞ് എല്ലാത്തിലും കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാതെ ആ തെറ്റായ മൈൻഡ് സെറ്റിനെ പൊട്ടിക്ക്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങള് ദൈവത്തിന്റെ മക്കളാണോ ശരിക്കും? ആ കർത്താവിന്റെ മക്കളായിരിക്കുമ്പോ ആ കർത്താവിനെ പ്രസന്റ് ചെയ്ത് നടക്ക്. അവൻ എങ്ങനാണോ ആയിരിക്കുന്നത് അങ്ങനെ നടക്ക്. അവൻ എങ്ങനാണോ തരുന്നത് ആ വിധത്തിൽ നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോവാ. പാസ്റ്റർ ക്രിസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവിന്റെ കർത്താവിനെ സേവിക്കുന്ന ഒരാള് 10 വർഷം ഒരു വീട്ടിൽ താമസിച്ച് പുതിയ വീട്ടിലോട്ട് മാറിയില്ലെങ്കിൽ, 10 വർഷം കഴിയുമ്പോൾ അടുത്ത വീട്ടിലോട്ട് മാറിയില്ലെങ്കിൽ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട്. യു നോ വൈ? അതെന്താ കാരണം എന്നറിയോ? നമ്മൾ സേവിക്കുന്നത് ഈ ലോകത്തെ ഉണ്ടാക്കിയവനെയാ. എന്നിട്ടാണോ നിങ്ങൾ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നത്? എന്നിട്ടാണോ നിങ്ങൾ ആ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആകാതെ അത് മതിയെന്ന് ചിന്തിക്കുന്നത്? കർത്താവ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും കവിഞ്ഞൊഴുക്കിനെ തരാൻ തയ്യാറാണ്. ആ വചനം പറയുന്ന കേൾക്ക്. അവന് നിന്നോട് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്ക്. ആമേൻ. നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകത്തില്ല. എല്ലായിടത്തും കവിഞ്ഞൊഴുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആമേൻ. ഒരിടത്തും നിർത്തുന്നു പറഞ്ഞാൽ പോലും നിർത്താത്ത വണ്ണം കവിഞ്ഞൊഴുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ? അതിനെ നിർത്താൻ പറ്റത്തില്ല, എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ലൈഫും അതേപോലെ ആയിരിക്കാൻ പോകുക. നിങ്ങളുടെ ലൈഫും അങ്ങനെ ആയി തീരാൻ പോകുക. എല്ലായിടത്തും കവിഞ്ഞൊഴുക്ക്. ആമേൻ. നിങ്ങളുടെ ഭവനം ആകട്ടെ, ബാക്കിയുള്ളവർ നോക്കിയിരിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം. ഒരു കർത്താവിനെ സേവിക്കുന്ന, കർത്താവിനെ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനം ഇങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങളെ നോക്കി പറയണം. എല്ലായിടത്തും ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കണം. എല്ലായിടത്തും ആ സഫിഷ്യൻസി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. ഒരിടത്തും ഒരു കുറവും നിങ്ങൾക്കുണ്ടാകില്ല. ആമേൻ. അവൻ അത് ഉറപ്പ് വരുത്തിയിരിക്കുകയാണ്. അവൻ അത് തീഷ്ണതയോടെ അത് ചെയ്തെടുക്കുകയാണ്. ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഒരു സ്ട്രഗിളും ഉണ്ടാകത്തില്ല. ആമേൻ. നിങ്ങളുടെ ലൈഫിൽ എല്ലായിടത്തും ആ വെള്ളച്ചാട്ടം ഒഴുകുന്നത് പോലെ, അതിനെ നിർത്താൻ പറ്റാത്തത് പോലെ നിങ്ങളുടെ ലൈഫിൽ ആ ഒഴുക്കുണ്ടാകും. ഒരിടത്തും ഒരു കുറവും ഉണ്ടാകത്തില്ല. അപ്പാ, ഞങ്ങൾ ഓരോരുത്തരും അതിനെ വിശ്വസിക്കുന്നു.
അപ്പൊ ആ വെള്ളച്ചാട്ടം ഒഴുകുന്നത് പോലെ, അത് നിൽക്കാത്തത് പോലെ, ആ ഫ്ലോ നിൽക്കാത്തത് പോലെ എന്റെ വീട്ടിലെ ഓരോ കാര്യത്തിനും ആ നിർത്താത്ത ഒഴുക്കുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഓരോരുത്തരും അത് വിശ്വസിക്കുന്നു. അപ്പ ഞങ്ങളുടെ ഫിനാൻസ് ഒരിടത്തും തീർന്നു പോകരുത്, ഒരിടത്തും ലാക്ക് ചെയ്യരുത്, ഒരിടത്തും ഒരു കുറവും ഉണ്ടാകരുത്. അത് ഒഴുകിക്കൊണ്ടേയിരിക്കണം. ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന വിധത്തിൽ ഒഴുകിക്കൊണ്ടേയിരിക്കണം. ഏത് നിമിഷവും ഒഴുകിക്കൊണ്ടേയിരിക്കണം. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, വെൽക്കം ടു ദി ഓവർഫ്ലോയിങ് ബ്ലെസ്സിംഗ്. വെൽക്കം ടു ദി ഓവർഫ്ലോയിങ് ബ്ലെസ്സിംഗ്. രാജാവിന്റെ മക്കളായിരിക്കുമ്പോൾ പ്രത്യേകത എന്താണെന്നറിയോ? എല്ലാത്തിലും ഓവർഫ്ലോ, എല്ലാത്തിലും ഭയങ്കര കൂടുതലാണ്. ആമേൻ. അതോടൊപ്പം സങ്കീർത്തനകാരൻ ഒരു വാക്യം കൂടെ പറഞ്ഞിരിക്കുക, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും എന്ന് പറഞ്ഞ ഈ ഓവർഫ്ലോ ഏത് സമയം നിന്റെ പുറകെ നടക്കും. ആമേൻ. ആമേൻ. നിന്റെ ജീവിതകാലം മുഴുവൻ ഈ ഓവർഫ്ലോ നിന്റെ പുറകെ നടക്കും. ആമേൻ. നിനക്ക് ഒരു സീസൺ എന്നല്ല, കർത്താവ് ഇനി വരുന്ന വരെ ആ ഓവർഫ്ലോ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ കവിഞ്ഞൊഴുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നിന്റെ ശത്രുക്കൾ കാണുകയെ അവൻ നിനക്ക് വിരുന്നൊരുക്കും. എന്റെ തലയെ അവൻ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുക. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. എല്ലായിടത്തും എനിക്കൊരു കവിഞ്ഞൊഴുക്കണം. എല്ലായിടത്തും എന്റെ എല്ലാ കാര്യങ്ങളും കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കും. ഞാൻ എന്റെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ എന്തിനാന്നറിയോ? എനിക്ക് ആ കാര്യത്തില് വേണ്ടുവോളം കർത്താവ് തന്നിരിക്കുക. എനിക്ക് ഡ്രസ്സും ഉടുപ്പും ഈ ഷൂസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യത്തിലും കർത്താവ് എനിക്ക് ഓവർഫ്ലോ തന്നിരിക്കുക. എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന വിധത്തിൽ എന്റെ അപ്പൻ എന്നെ നടത്തുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അവന്റെ മക്കളാണ്. ഒരു കാര്യത്തിലും നിങ്ങൾക്ക് കുറവ് വരേണ്ട കാര്യമില്ല. ഒരു കാര്യത്തിലും നിങ്ങൾക്ക് കുറവ് വരേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും ഓവർഫ്ലോ, എല്ലായിടത്തും കവിഞ്ഞൊഴുക്ക്, എല്ലായിടത്തും കവിഞ്ഞൊഴുക്ക്. ഈ കളപ്പുരകൾ നിറഞ്ഞു കവിയുന്നു എന്ന് പറഞ്ഞ എന്തോന്നറിയോ? നിങ്ങളുടെ ബാങ്കുകൾ നിറഞ്ഞു കവിയാൻ പോവുകയാണ്. ഇപ്പൊ വിശ്വസിക്കുക, നിന്റെ ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ബാങ്കിൽ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ. നിങ്ങളുടെ ബാങ്കിൽ കർത്താവ് ഒരു ഒഴുക്കിനെ തരാൻ പോവുകയാണ്. ആമേൻ. നിങ്ങളുടെ ബാങ്ക് നിറയാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്കൂളിലായിരുന്നപ്പോ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഒന്നുമില്ല. അപ്പൊ എന്റെ ക്ലാസ്സിൽ ഒരു ചെക്കന് മാത്രം ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ എന്റെ മിസ് ചോദിച്ചു, നിനക്ക് അതിനകത്ത് എത്ര രൂപയുണ്ടെന്ന്. അപ്പൊ അവൻ പറഞ്ഞു 5 രൂപയുണ്ടെന്ന് പറഞ്ഞു. കളിയാക്കി പറയുന്നതാണ്, തമാശയാണെല്ലാം. പക്ഷെ അവൻ കൊച്ചായിരിക്കും. പക്ഷെ അവന്റെ അപ്പനും അമ്മയും അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു കാര്യത്തിനും ഒന്നും എടുക്കാനില്ല. കർത്താവിന്റെ മക്കളായിരിക്കെ നിങ്ങൾ ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ബാങ്കില് നിങ്ങൾക്ക് സഫീഷ്യന്റ് ആയിട്ട് കർത്താവ് ഓൾറെഡി തന്നിരിക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്ന വിധത്തിൽ അത് ഒഴുകും. ഒരിക്കലും ഒരു കുറവുണ്ടാകത്തില്ല. നിങ്ങൾ ഇത് കേട്ടിട്ട് വീട്ടിൽ ചെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോ എതിരെ പറയരുത്. കാരണം വേർഡില് ഉറച്ചു നിൽക്കുന്നവരുടെ ലൈഫിൽ ഇത് മാനിഫെസ്റ്റഡ് ആയിക്കൊണ്ടേയിരിക്കും. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും അവന്റെ ആത്മാവിനെ പകരുന്നതിന് മുമ്പ് കർത്താവ് ഒരു കാര്യം ചെയ്തെടുക്കുമെന്ന് പറഞ്ഞിരിക്കുക. ധാന്യവും വീഞ്ഞും എണ്ണയും വേണ്ടുവോളം നമുക്ക് അവൻ തരും. വേണ്ടുവോളം അവൻ തന്നിരിക്കുക. നമ്മുടെ ഭവനം മുഴുവൻ എല്ലാ കാര്യത്തിലും കവിഞ്ഞൊഴുക്കുണ്ടാകും. അവന്റെ ബൈബിളില് കർത്താവ് അവന്റെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുക, എല്ലായിടത്തും കവിഞ്ഞൊഴുക്കുണ്ടാകുന്നു. എല്ലായിടത്തും കവിഞ്ഞൊഴുക്കുണ്ടാകുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. Proverbs 3:9. Honor the Lord with your wealth and with the first fruit of all your crops. Then your barns will be abundantly full and your vats will overflow with new wine. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കാം. അങ്ങനെ നിന്റെ
കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ ഒരിടത്തും ഒരു കുറവ് കൊണ്ടുപോയിട്ടില്ല. എൻ്റെ അപ്പനെ ശ്രദ്ധിച്ചറിയാം, ആരേലും വന്നു കഴിഞ്ഞാൽ അപ്പ ഭയങ്കരമായിട്ട് ഫീഡ് ചെയ്യും. അവരെ ഏറ്റവും നല്ലത് കൊടുത്ത് എത്രക്ക് അവർക്ക് കഴിക്കാൻ പറ്റുന്നതിനപ്പുറം അപ്പ കൊടുത്ത് അവരെ ഫീഡ് ചെയ്യും നന്നായിട്ട്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു ഫുഡിന് ഒരു കുറവില്ല. എപ്പോഴും എന്തെങ്കിലും ഫുഡ് പുതിയതായി എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫുഡിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? കളപ്പുരകൾ കവിഞ്ഞൊഴുകേണ്ടതിനൊരു കാര്യം പറയാം. കർത്താവ് ഒരു പ്രിൻസിപ്പിൾ പറയാം, ഒരു കാര്യം വെച്ചിരിക്കുക. ഓണർ ദ ലോർഡ് വിത്ത് യുവർ വെൽത്ത് ആൻഡ് വിത്ത് ദ ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ഓൾ യുവർ ക്രോപ്സ്. അല്ലെങ്കിൽ കർത്താവിനെ ബഹുമാനിക്കാനാണ് കർത്താവ് പറയുന്നത്. ഓണർ ചെയ്യുക, റെസ്പെക്ട് ചെയ്യുക. നമ്മൾ വാക്യത്തിന്റെ ഒരു സൈഡ് എടുത്ത് മറ്റേ സൈഡ് കളയല്ല വേണ്ടേ, രണ്ടും കൂടെ ചേർന്നാലേ അതിന്റെ റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ. ഓണർ ചെയ്യാന്ന് പറഞ്ഞ എന്തുവാ? ഭാര്യ ഭർത്താവിനെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ വാക്കുകളിലൂടെ സ്നേഹത്തിൽ ആ റെസ്പെക്റ്റിനെ പറയുന്നത് പോലെ. ഇപ്പോഴത്തെ ജനറേഷൻ ആണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ഏജ് ഒക്കെയാണ് കെട്ടുന്നത്. അപ്പൊ അവര് എടാ പോടാ പിന്നെ എന്താ അങ്ങനെയൊക്കെയാ പറയാ. അതിന്റെ റെസ്പെക്ട് എന്നല്ല പറയുന്നത്. അത് പുതിയ ജനറേഷൻ ആവുന്നവർ അവർ മോഡേണൈസ് ആയിക്കൊണ്ടേയിരിക്കും. ഞാൻ ജാക്കി ചാൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അവന്റെ മോൻ, പുള്ളിക്കാരന്റെ മോനെ കുറിച്ച് പറയാം. പണ്ടൊക്കെ ജാക്കി ചാൻ കുഞ്ഞായിരുന്നപ്പോ ജാക്കി ചാന്റെ ഫാദറൊക്കെ വരുമ്പോൾ ചൈനീസുകാരിങ്ങനെ മൊത്തത്തിൽ കുനിഞ്ഞ് റെസ്പെക്ട് ചെയ്യുന്ന, അവരങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ജാക്കി ചാന്റെ മകൻ റൂമിലായിരിക്കുമ്പോൾ ജാക്കി ചാൻ കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ മകൻ കാലിന് മേലെ കാലും വെച്ച് ഹലോ ഡാഡി. അവരുടെ റെസ്പെക്റ്റിന്റെ വിധം, റെസ്പെക്റ്റിന്റെ രീതി ഓരോ ജനറേഷൻ കൂടുന്നവരും മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ കർത്താവ് പറയാ, നമ്മുടെ ആദ്യം നമ്മളൊരു നല്ല ജോലി കയറി നമുക്കൊരു സാലറി കിട്ടുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഓണർ ചെയ്യുന്ന ആരെയാ? നമ്മുടെ അപ്പനെ അമ്മയാണല്ലേ. നമ്മളെ അവിടെ എത്തിച്ച, നമ്മളെ ആ വിധത്തിലേക്ക് ഉയർത്തിയ, നമുക്ക് അതുപോലെ എഡ്യൂക്കേഷൻ തന്ന കർത്താവിനെ ആ അപ്പനെ അമ്മയാണ് നമ്മൾ ആദ്യം ആ സാലറി കൊണ്ട് കൊടുത്ത് നമ്മൾ ഓണർ ചെയ്യും. കാരണം അവർ കാരണമാണ് നമുക്കിങ്ങനൊരു കാര്യം, ജോലി ലഭിക്കാനൊരു റീസൺ അവർ കാരണമാണ്. അതേപോലെ നമ്മുടെ ഫാമിലീനെ നമ്മൾ ഓണർ ചെയ്യണം, നമ്മുടെ പേരൻസിനെ നിങ്ങൾ ഓണർ ചെയ്യണം. കർത്താവ് പറയാ, പണം കൊണ്ട് നീ അവനെ ഓണർ ചെയ്യണം. സ്വർഗത്തിൽ ചെന്നിട്ട് നമുക്ക് അവനെ ഓണർ ചെയ്യാൻ പറ്റൂല. ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവിനെ നിന്റെ വെൽത്ത് കൊണ്ടും നിങ്ങളുടെ ആദ്യ ഫലം കൊണ്ടും നിങ്ങൾ അവനെ ഓണർ ചെയ്യണം. അതിനുശേഷം അവിടെ എഴുതിയിരിക്കുക, നിങ്ങൾ then your barns will be filled abundantly. നിങ്ങളുടെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നമ്മള് കർത്താവിന് വേണ്ടി ഭക്തിയോടെ നിൽക്കാൻ തയ്യാറാ, ആരാധിക്കാൻ തയ്യാറാ, എല്ലാം ചെയ്യാൻ തയ്യാറാ. പക്ഷേ അവന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുകയോ അവന്റെ വാക്കുകളെ പറയുന്ന സ്പിരിച്വൽ നേതൃത്വത്തിന് വേണ്ടി കൊടുക്കുകയോ നമ്മൾ ചെയ്യാറില്ല. ഈ വാക്യത്തിൽ പറയാ, കർത്താവിനെ ഓണർ ചെയ്യണം, ആ ദൈവത്തെ ഓണർ ചെയ്യണം. നിങ്ങൾ ചർച്ചിലേക്ക് അല്ലെങ്കിൽ സ്പിരിച്വൽ കാര്യങ്ങൾക്ക് വേണ്ടി വിതയ്ക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നതെന്നറിയോ? നീ ചർച്ചിനെ ഓണർ ചെയ്യുമ്പോൾ നീ കർത്താവിനെ ഓണർ ചെയ്യുന്നത്, നീ ആ ദൈവത്തെ ഓണർ ചെയ്യുന്നത്. പക്ഷെ നമ്മള് ബാക്കിയെല്ലാം ചെയ്യാൻ തയ്യാറാ, പക്ഷെ ഇത് മാത്രം നമ്മൾ മാറ്റി വെച്ചിരിക്കും. കർത്താവ് ഒരു പ്രിൻസിപ്പിൾ പറയുക, എന്റെ കളപ്പുരകൾ നിറഞ്ഞ് കവിയണമെങ്കിൽ നീ കർത്താവിനെ ഓണർ ചെയ്യണം. ഈ കളപ്പുരകൾ ബ്ലെസ്സിങ്, അതിനെക്കുറിച്ച് നമുക്ക് ചെറിയൊരു തെറ്റായ ധാരണ ഉണ്ട്. എന്തോന്നറിയോ? നമുക്ക് ലൂക്കോസ് 12:21 വായിക്കാം. So it is for the one who continues to store up and hoard possessions for himself and is not rich towards God. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. അതിന്റെ 18-19 പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും.
എന്നിട്ട് എന്നോട് തന്നെ നിനക്കേറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവം അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. പക്ഷെ നമുക്കിവിടെ തെറ്റായൊരു അണ്ടർസ്റ്റാൻഡിങ് കയറിയിരിക്കുന്നത്. ആമേൻ. കളപ്പുരകൾ നിറയ്ക്കുന്നതിനോ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനോ അല്ലായിരുന്നു അവിടുത്തെ പ്രശ്നം. പക്ഷെ അവന്റെ റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ദൈവവേലയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവന് കുറവായിരുന്നു. ദൈവകാര്യങ്ങൾക്ക് വേണ്ടി അവൻ കൊടുത്തതും ചെലവഴിച്ചതും ചെയ്ത കാര്യങ്ങളും അവനില്ലായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചു, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. അപ്പൊ പിന്നെ ബാക്കി എന്തായി? നമ്മള് ഇവിടെ ഭൂമിയിലോട്ട് വരുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവരുന്നില്ല, ഭൂമിയിൽ നിന്ന് പോകുമ്പോഴും നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഈ കാര്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ തെറ്റായൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളുടെ ഉള്ളിൽ കയറും. ആമേൻ. അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഉള്ളിലുള്ളത് ഒത്തിരി ഓവർഫ്ലോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഈ കളപ്പുരകൾ നിറഞ്ഞ് കവിയുന്നത് പോലെ ആമേൻ കർത്താവിന് ഇഷ്ടമുള്ള കാര്യമായിരിക്കത്തില്ല. തെറ്റായ അണ്ടർസ്റ്റാൻഡിങ് ആണ്. കർത്താവ് യോവേലിൽ പറഞ്ഞ പോലെ അവൻ ഓവർഫ്ലോ ആയി. നമ്മുടെ വീട്ടിൽ ഒരു കുറവുമില്ലാതെ എല്ലായിടത്തും ഓവർഫ്ലോ ആയി. നമ്മുടെ വീട്ടിൽ ഒരു ലാക്കും ഇല്ലാതെ ഫിനാൻഷ്യലി ഓവർഫ്ലോ, എല്ലാ കാര്യത്തിലും ഓവർഫ്ലോ തരാൻ കർത്താവിന് ഇഷ്ടമാണ്. കർത്താവ് അത് ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി അതോടൊപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് ഓരോ എക്സാമ്പിൾസ് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ നടക്കേണ്ടതെന്ന് കർത്താവ് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങൾ കളപ്പുരകൾ നിറഞ്ഞ് കവിയേണ്ടതിന്, സമൃദ്ധിയായി നിറയേണ്ടതിന് ആമേൻ നിങ്ങളുടെ കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി വിതയ്ക്കണം. ആമേൻ. കർത്താവിനെ ഓണർ ചെയ്യണം. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. യോവേൽ 2:26. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എൻ്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകുകയുമില്ല. വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന. ആമേൻ. കർത്താവ് ബാക്കിയുള്ളവർ നിങ്ങളെ നോക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വണ്ടർസ്ലി ആയി കാര്യങ്ങളെ ചെയ്തിരിക്കുന്നുവെന്ന് നിങ്ങളെ നോക്കി പറയും. ആമേൻ. നിങ്ങളുടെ തെറ്റായ മൈൻഡ് സെറ്റിനെ പൊട്ടിച്ചു കളഞ്ഞ് തിന്ന് തൃപ്തരായി, വേണ്ടോളും തിന്ന് തൃപ്തരായി എന്ന് എഴുതിയിരിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും തൃപ്തി വരുന്ന വിധത്തിൽ, എല്ലാ കാര്യത്തിലും കംപ്ലീറ്റ് സഫിഷ്യൻസി വരുന്ന വിധത്തിൽ കർത്താവ് നിങ്ങളെ വണ്ടർസ്ലി നടത്തി എന്ന് ബാക്കിയുള്ളവര് നോക്കിയിരിക്കെ നിങ്ങളെ വണ്ടർസ്ലി കർത്താവ് ഉയർത്തി എന്ന് പറയുന്ന വിധത്തിൽ കർത്താവ് നിങ്ങളുടെ ലൈഫിനെ മാറ്റട്ടെ. നമുക്ക് ഒരു നിമിഷം എഴുന്നേൽക്കാം. ഇന്ന് എത്ര പേര് തയ്യാറാണ് ഈ പറഞ്ഞ ഓരോ വാക്കിനെ വിശ്വസിച്ച് ആ കർത്താവിൻ്റെ ആ സഫിഷ്യൻസിയിൽ, ആ കർത്താവിൻ്റെ ആ അബണ്ടൻസിൽ ജീവിക്കാനും എത്ര പേര് തയ്യാറാണ്? ആ തെറ്റായ അണ്ടർസ്റ്റാൻഡിങ്ങിനെ പൊളിച്ചു കളഞ്ഞ് ആമേൻ യഥാർത്ഥത്തിൽ കർത്താവ് ആ രാജാവിൻ്റെ മകനും മകളുമായി ജീവിക്കാൻ എത്ര പേര് തയ്യാറാണ്? ഒരു കാര്യത്തിലും നിങ്ങൾക്ക് കുറവുണ്ടാകത്തില്ല. ഒരു കാര്യത്തിലും നിങ്ങൾക്ക് സഫിഷ്യൻസി ഇല്ലാതിരിക്കത്തില്ല. എല്ലാ കാര്യത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരാകും. എല്ലാ കാര്യത്തിലും നിങ്ങളുടെ വീട്ടിൽ എല്ലാ കാര്യത്തിലും തൃപ്തി ഉണ്ടായിരിക്കും. ഓവർഫ്ലോ ആയിരിക്കും. ഓവർഫ്ലോ ആയിരിക്കും. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ എല്ലാ കാര്യത്തിലും ഓവർഫ്ലോ ആയിരിക്കും. എല്ലാ കാര്യത്തിലും ഓവർഫ്ലോ ആയിരിക്കും. വേറൊരു വ്യക്തിക്ക് കൊടുക്കുന്ന വിധത്തിൽ ഓവർഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും. അപ്പാ, ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കും. അപ്പാ യേശുവേ, അവരുടെ ആ തെറ്റായ ചിന്താഗതികളെ മാറ്റി അപ്പാ ക്രൂശിൽ നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തതിനെ വിശ്വസിക്കുന്നുവെങ്കിൽ അപ്പോൾ അവരുടെ ലൈഫിൽ ആ ഓവർഫ്ലോ ഉണ്ടാകട്ടെ.
ആ കവിഞ്ഞൊഴുക്കുണ്ടാകട്ടെ. ഒരിടത്തും ആ ലാക്ക് ഉണ്ടാകരുതപ്പ. ഒരിടത്തും ആ ലാക്ക് ഉണ്ടാകരുത്. ഒരിടത്തും ആ ലാക്ക് ഉണ്ടാകരുത്. ഒരിടത്തും ആ ലാക്ക് ഉണ്ടാകരുത്. എത്ര പേർ റെഡിയാണ് ആമേൻ ആ കർത്താവിനെ ആരാധിക്കാൻ? Hallelujah. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഇന്നു മുതൽ ആ ഓവർഫ്ലോ എന്റെ ലൈഫിൽ ഉണ്ടാകുമെന്ന്? ഇന്നു മുതൽ എന്റെ ലൈഫിൽ ഫിനാൻഷ്യലി ഒരു സ്ട്രഗിളും ഉണ്ടാകത്തില്ല. ഇന്നു മുതൽ എന്റെ ലൈഫിൽ ഒരു ലാക്കും ഉണ്ടാകത്തില്ല.